യോഗത്തിൻ്റെ ആദരണീയായ അധ്യക്ഷ ശ്രീമതി ലത, ഇവിടെ ഈ യോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ശ്രീ രജികുമാർ, ഈ യോഗത്തിലെ സ്വാഗതം ആശംസിച്ച എനിക്ക് വളരെ പ്രിയപ്പെട്ടവനായ ശ്രീ അജയൻ, ചില വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് എത്തിച്ചേരാൻ കഴിയാതിരുന്ന ഈ ലൈബ്രറിയുടെ ഊർജ്ജസ്വലനായ സെക്രട്ടറി ശ്രീ ഷാജഹാൻ, ഓർമ്മ വെച്ച നാൾ മുതൽ പറവൂരും പരിസര പ്രദേശങ്ങളിലെയും സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സദാസമയവും ഒഴുകിയിരിക്കുന്ന, ഒരു പരിധിവരെ ഗുരുതുല്യനായും മൂത്ത ജ്യേഷ്ഠനായുമൊക്കെ ഞാൻ തരാതരം പോലെ പരിഗണിക്കുന്ന വിശ്വനാഥൻ എന്ന മണിയപ്പൻ ചേട്ടൻ, ഞാൻ ഈ ലൈബ്രറിയുടെ ഭാരവാഹിയായിരുന്ന കാലഘട്ടത്തിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും സജീവമായി പങ്കെടുത്തിരുന്ന രാമൻ ചേട്ടൻ, സത്യവാൻ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നത്. വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ലൈബ്രറിയുടെ 4 ചുവരുകൾക്കുള്ളിൽ ഇതുപോലെ നിന്ന് എനിക്ക് പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്യാൻ കിട്ടുന്നൊരവസരം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കുട്ടൻ സാറിനെ വായി വരും. ഔദ്യോഗികമായി പി പുരുഷോത്തമൻ നായർ എന്നാണ് പേരെങ്കിലും നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും അഭിലാകാംക്ഷികളുമെല്ലാം കുട്ടൻ നായർ, കുട്ടൻ സാർ, കുട്ടൻ ചേട്ടൻ എന്ന് ചുരുക്കി പറഞ്ഞ ഒരു ശീലമാണ് നമുക്കൊക്കെ ഉള്ളത്. അപ്പം ഞാനും അങ്ങനെ തന്നെ പറയാനാണ് ആഗ്രഹിക്കുന്നത്. കുട്ടൻ സാറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഒരു വലിയ സൗരഭ്യം പോലെ ഇങ്ങനെ മനസ്സിൽ നിൽക്കുകയാണ്. ഈ ഓർമ്മകൾ സൗരഭ്യം പോലെ മനസ്സിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു അലങ്കാര വാക്കായിട്ട് നിങ്ങൾക്ക് തോന്നും. അങ്ങനല്ല, ഞാൻ സത്യമാണ് പറഞ്ഞത്. ഞാൻ കുട്ടൻ സാറിനെ ആദ്യമായി കാണുമ്പോഴൊക്കെ ഒരു സൗരഭ്യത്തിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ സാമീപ്യം മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു 58-60 വർഷത്തിന് മുമ്പ് ഈ കിഴക്കേ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇന്ന് ഈ റോഡായ ഈ വഴിയിലൂടെ അന്ന് സ്കൂളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ രാവിലെ അങ്ങോട്ട് പോകുന്ന സന്ദർഭത്തിൽ സ്കൂളിലൊക്കെ നിക്കറും ഷർട്ടുമൊക്കെ ഇട്ട് പുസ്തകമൊക്കെ അടുക്കി പിടിച്ച് ഞാനും പ്രസന്നനും അന്നത്തെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് സ്കൂളിലോട്ട് രാവിലെ പോകുമ്പോൾ വളരെ വേഗത്തിൽ നടന്ന് വെളുത്തു തുടുത്ത സുന്ദരനായൊരു മനുഷ്യൻ, മനോഹരമായ കറുത്ത തലമുടിയെല്ലാം ചീകി വെച്ച് തൂവെള്ള നിറത്തിലുള്ള വസ്ത്രം, അത് കതറാന്നൊന്നും അന്നറിയില്ല, തൂവെള്ള വസ്ത്രം അണിഞ്ഞ ഒരു മനുഷ്യൻ ധൃതിയിൽ ഇങ്ങനെ നടന്നു വരുന്ന കാണാം. അദ്ദേഹം നടന്നു വരുമ്പോൾ പരിചയക്കാരെയൊക്കെ കാണുമ്പോൾ ചിരിച്ച് അല്പം ഒച്ചത്തിലാണ് സംസാരിക്കുന്നത്. സാധാരണ 2 പരിചയക്കാർ കാണുമ്പോൾ എവിടെ പോകുന്നു എന്ന് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ശബ്ദത്തിൽ എവിടെ പോകുന്നു എന്ന് ചോദിക്കുകയും, അടുപ്പമുള്ളവരോടാണെങ്കിൽ ചില വാക്കുകൾ എവിടെ പോകുന്നു ഇങ്ങനെ 1-2 പ്രാവശ്യം ചില വാക്കുകൾ ആവർത്തിച്ച് ചോദിക്കുകയും, ഈ കൈയെല്ലാം ഇങ്ങനെ കൊടഞ്ഞ് ധൃതി വെച്ച് പോവുകയും ചെയ്ത് ഈ മനുഷ്യനെ ഞങ്ങൾ ശ്രദ്ധിക്കാതെ പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹം നടന്നു പോയി കഴിയുമ്പോൾ ആ പരിസരത്തെ മുഴുവൻ സൗരഭ്യമാണ്, നല്ല മണം, സുഗന്ധമാണ്. വാസന സോപ്പിൻ്റെ മണമാണ്. എന്ത് വാസന സോപ്പാണെന്നൊന്നും നമുക്കൊന്നും അറിയില്ല. വാസന സോപ്പിൻ്റെയും പോൺസ് പൗഡറിൻ്റെയും മണം ഇങ്ങനെ അടിക്കും. അപ്പം ഞങ്ങൾ കുട്ടികൾ ഇദ്ദേഹത്തിന് എതിരെ വരുമ്പോൾ ഇദ്ദേഹത്തോട് ചേർന്ന് നടക്കും. എന്തിനാ ചേർന്ന് നടക്കുന്നത്? ആ സുഗന്ധം ഒന്ന് ആസ്വദിക്കുന്നതിന്, ആ മണം ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയാണ്.
അപ്പോൾ എന്ത് സോപ്പാണെന്നൊന്നും അറിഞ്ഞില്ല. പിന്നീട് അതൊക്കെ ചോദിച്ചപ്പോഴാണ് പറയുന്നത് അത് മൈസൂർ സാൻഡൽവുഡ്, മൈസൂർ സോപ്പാണെന്ന്, മൈസൂർ സാൻഡൽ സോപ്പാണെന്നൊക്കെ പിന്നീടാണ് അറിഞ്ഞത്. അങ്ങനെ അദ്ദേഹം ഇന്ന് നടന്നു പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ സമീപത്തു കൂടെ നടന്നുപോയി ആ സുഗന്ധം പിടിച്ചെടുത്ത് അത് ആസ്വദിക്കുക എന്നുള്ളൊരു ജോലി അന്ന് ഞങ്ങൾ ചെയ്തിരുന്നു. കാരണം നമുക്കെന്ന് ആ സുഗന്ധം വളരെ പ്രിയപ്പെട്ട കാര്യം, നമ്മളത് ബാരസോപ്പ് ഉപയോഗിച്ച് കുളിക്കുന്ന കാലഘട്ടമാണ്. നമ്മളൊക്കെ ബാരസോപ്പ് ഉപയോഗിച്ച് കുളിക്കുന്ന കാലഘട്ടത്തിൽ ഒരു സോപ്പിൻ്റെ സുഗന്ധം നടന്നു പോകുന്ന ഒരു മനുഷ്യരിൽ നിന്നും പ്രസരിപ്പിക്കുമ്പോൾ അത് മൂക്ക് കൊണ്ട് വലിച്ചെടുത്ത് ആസ്വദിക്കാനും ഒന്നോ രണ്ടോ നിമിഷ നേരത്തേക്ക് ആ സുഗന്ധം നമ്മളെ ഒരു സന്തോഷത്തിലാക്കുകയും ചെയ്യുക എന്നുള്ളത് ഞാനിപ്പോഴും, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മനസ്സിൽ സുഗന്ധമായി നിൽക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. പക്ഷെ ജീവിതകാലം മുഴുവൻ കുട്ടൻ സാർ ആ സുഗന്ധം നിലനിർത്തി എന്നുള്ളതാണ്. ഞങ്ങളെപ്പോലുള്ള സ്കൂൾ കുട്ടികൾക്ക് അത് സോപ്പിൻ്റെയും പോൺസ് പൗഡറിൻ്റെയും, പഴയകാലത്ത് പോൺസ് പൗഡറൊക്കെ നമ്മുടെ വീട്ടിൽ വരണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ പ്രസവിക്കണം, എന്നാലേ പോൺസ് പൗഡറൊക്കെ നമ്മുടെ വീട്ടിൽ വരത്തുള്ളായിരുന്നു. അപ്പോൾ പോൺസ് പൗഡറിൻ്റെയും ഈ വാസന സോപ്പിൻ്റെയും ഗന്ധം 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിലേക്ക് കടന്നു പോകുന്ന മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നും പ്രസരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് മനസ്സിലായി 94-95 വയസ്സിൽ മരിക്കുന്നത് വരെ സുഗന്ധം പ്രസരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അസാധാരണ വ്യക്തിത്വമായിരുന്നു കുട്ടൻ സാർ എന്ന് നമുക്ക് ബോധ്യപ്പെടും. സ്നേഹത്തിൻ്റെ, പരിലാളനയുടെ, അറിവിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സുഹൃത്ത് ബന്ധത്തിൻ്റെ, വിട്ടുവീഴ്ചയുടെ, കൂട്ടി യോജിപ്പിക്കലിൻ്റെയൊക്കെ ഒരു സൗഹൃദം ജീവിതകാലം മുഴുവൻ വളർത്തുന്ന ഒരു മനുഷ്യനാണ് കുട്ടൻ സാർ. 94 വയസ്സോടുകൂടി ആരോടും പരിഭവമില്ലാതെ, വിത്ത് മലൈസ് ടു വേസ്റ്റ് നൺ, ആരോടും പരിഭവമില്ലാതെ, ആരോടും പരിഭവിക്കാതെ, ജീവിതത്തിൽ ഒരിക്കൽ പോലും ആരോടും കലഹിക്കാതെ അദ്ദേഹം വിട്ടുപിരിഞ്ഞിട്ട് 2 വർഷമാകുന്നു. കുട്ടൻ സാറിൻ്റെ കൂടെ പലപ്പോഴും ഈ കമ്മിറ്റിയിലൊക്കെ ഇരിക്കാൻ ഞാൻ സത്യവാദിയൊക്കെ പലപ്പോഴും കമ്മിറ്റിയിലൊക്കെ അദ്ദേഹത്തിനോട് ഇരുന്നിട്ടുണ്ട്. കമ്മിറ്റിയുള്ള ദിവസമൊക്കെ നേരത്തെ വരും. അപ്പോൾ കമ്മിറ്റി തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹവുമായി സ്വകാര്യ സംഭാഷണങ്ങൾ നടത്തും. ഞങ്ങളൊക്കെ തീരെ കുട്ടികളാണ്. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ലൈബ്രറിയുടെ കമ്മിറ്റിയിൽ അംഗമായിരുന്നത്. അദ്ദേഹത്തിൻ്റെ 3 മക്കളിൽ മൂത്തയാളായ ഹരി എന്നെക്കാൾ 1 വർഷം സീനിയറാണ്. രണ്ടാമത്തെ മകനായ അമ്പിളി എന്ന് വിളിക്കുന്ന ശ്രീകുമാർ എന്നെക്കാൾ 3-4 വയസ്സിന് എളുപ്പമാണ്. പിന്നെ ഒരു ഇളയ കുട്ടി സംസാരിക്കാത്ത ഗണേശായിരുന്നു, അങ്ങേയറ്റം ചിത്രം വരയ്ക്കുന്നത്. അപ്പോൾ മക്കളുടെ സ്ഥാനത്ത് നമ്മളെ നിർത്തിക്കൊണ്ട് ധാരാളം കാര്യങ്ങൾ പറയുന്ന, ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന ഒരു അത്ഭുത വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു കുട്ടൻ സാർ. അപ്പം ഇതുപോലെയുള്ള അനുസ്മരണ സമ്മേളനത്തിൽ സ്വാഭാവികമായൊരു വ്യക്തിയെക്കുറിച്ച് നല്ല വാക്കുകൾ മാത്രമേ പറയാവൂ എന്നുള്ളൊരു സാമാന്യ മര്യാദയുടെ പുറത്ത് പറയുന്നതല്ല, അനുഭവത്തിൻ്റെ പുറത്ത് പറയുന്നതാണ്. കുട്ടൻ സാർ എന്ന് പറയുന്ന വ്യക്തിയെ സത്യം പറഞ്ഞാൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സ്ഫോടനാത്മകമായി തീരാവുന്ന ചില കാര്യങ്ങളിൽ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാവുന്ന ചില കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടുന്ന ചില സന്ദർഭങ്ങളിൽ കുട്ടൻ സാറിൻ്റെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷെ അതാർക്കും അറിയില്ല എന്നുള്ളതാണ്. അതായത് വളരെ പണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനൊക്കെ മുമ്പ്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ സർ CP ഇവിടുത്തെ ദിവാനായിരിക്കുന്ന കാലഘട്ടം, രാജഭരണമാണ്, ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ദിവാനാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദിവാൻമാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തനായിരുന്നു, കുപ്രസിദ്ധനായിരുന്നു സർ CP രാമസ്വാമി അയ്യർ എന്ന് പറയുന്ന ആൾ. സർ CP രാമസ്വാമി അയ്യർ മോശക്കാരനായ ആളല്ല. കാണാൻ നല്ല പ്രൗഢിയൊക്കെയുള്ള, നമ്മുടെ ഡോക്ടർ S രാധാകൃഷ്ണനെ പോലെ തലയിലൊക്കെ തുണി കൊണ്ട് ടർബൻ തലയിലൊക്കെ കെട്ടി കോട്ടുമൊക്കെ ഇട്ട് പോകുന്ന, ആര് കണ്ടാലും നോക്കി നിൽക്കുന്ന അസാധാരണമായ വ്യക്തി വൈശിഷ്ട്യത്തിനുടമയാണ് സർ CP. ആ സർ CP രാമസ്വാമി അയ്യർ നമ്മുടെ നാട്ടിൽ നിന്നും പോയത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ബ്രിട്ടീഷുകാർ
ഇന്ത്യയിൽ എൻ്റെ അഭിപ്രായത്തിൽ ഭയന്നുപോയ രണ്ട് സംഭവങ്ങൾ, ഒന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്, ഒന്ന് സ്വാതന്ത്ര്യത്തിന് മുമ്പാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭയന്നൊരു സംഭവം ഒന്നല്ല, രണ്ട് സംഭവം എന്ന് പറയുന്നത്, ഒന്ന് നമുക്കറിയാം, പഞ്ചാബിലെ ജാലിയൻവാല ബാഗിലെ ധാരാളം വരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെ, നിഷ്കളങ്കരായ നിരായുധരായി നിൽക്കുന്ന ആ സ്വാതന്ത്ര്യ സമര സേനാനികളെ പുറത്തോട്ട് പോകാനും അകത്തോട്ട് വരാനും ചെറിയ വാതിൽ മാത്രമുള്ള ഒരു ചുറ്റുപാടിൽ അവരെ നിഷ്കരണം വെടിവെച്ച് വീഴ്ത്തുകയും അവിടുത്തെ കിണറ്റിലേക്ക് അവരുടെ ശവശരീരം എടുത്തെറിയുകയും ചെയ്ത ഡയർ എന്ന് പറഞ്ഞൊരു സായിപ്പുണ്ടായിരുന്നു. ഓ ഡയർ എന്ന് പറഞ്ഞ സായിപ്പ്. കാരണം വലിയ പ്രക്ഷോഭം ഉണ്ടായി. നിരപരാധികളായ ആൾക്കാരെ വെടിവെച്ചു കൊന്ന ഡയർ എന്ന് പറഞ്ഞ സായിപ്പ് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് പോയി. നമ്മൾ പലതും അത് മറന്നു തുടങ്ങി. എന്നാൽ പഞ്ചാബുകാരനായ ഉത്തം സിംഗ് എന്ന് പറയുന്ന ഒരു തീര ദേശാഭിമാനി, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ കനല് പോലെ കിടക്കുകയാണ്. നിരപരാധികളായ ആളുകളെ വെടിവെച്ച് വീഴ്ത്തിയ ഡയർ എന്ന് പറഞ്ഞ സായിപ്പ് ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയി സുഖിക്കുകയാണ്. ഇവിടുന്ന് ഉത്തം സിംഗ് ഇംഗ്ലണ്ടിൽ ചെല്ലുകയും തരം നോക്കിയിരുന്ന് അവസരം വന്ന സന്ദർഭത്തിൽ ഡയർ എന്ന് പറയുന്ന സാഹിബിന് സ്വാഭാവികമായൊരു മരണം, അസുഖം വന്നോ മറ്റു രീതിയിലൊരു മരണം ഉണ്ടാകുന്നതിന് മുമ്പ് ഡയർ എന്ന് പറയുന്ന ആ ബ്രിട്ടീഷുകാരനായ പട്ടാളക്കാരനെ ഉത്തം സിംഗ് വെടിവെച്ച് കൊല്ലുകയുണ്ടായി. ഉത്തം സിംഗിനെ തൂക്കിക്കൊന്നു. ബ്രിട്ടീഷുകാർ നടുങ്ങിപ്പോയൊരു സംഭവമാണ്. എന്താ കാരണം? വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ട് ഇന്ത്യക്കാരൻ്റെ മനസ്സിൽ ഒരിക്കലും കെടാതെ നിൽക്കുന്ന തീക്ഷ്ണമായ പകയുടെ ഭാഗമായി ബ്രിട്ടനിൽ വന്ന് അയാളെ വെടിവെച്ച് കൊല്ലാൻ ധൈര്യം കാണിക്കുന്ന ഇന്ത്യക്കാർ, അതൊരു സംഭവം. പിന്നെ ബ്രിട്ടീഷുകാരെ ഞെട്ടിയ മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, സർ CP യുടെ കഴുത്ത് നോക്കി KCS മണി എന്ന് പറയുന്ന അമ്പലപ്പുഴക്കാരൻ വെട്ടിയ വെട്ടാണ്. KCS മണി എന്ന് പറയുന്ന അമ്പലപ്പുഴക്കാരനാണ് സർ CP യെ വെട്ടിയത്. അത് വലിയ സംഭവമാണ്. CP അതോടുകൂടി ഇവിടുന്ന് പോയി. CP ഇങ്ങനെക്കാളും ഭാഗ്യവാനാണ്. കഴുത്ത് നോക്കി വെട്ടി, പക്ഷെ കൊണ്ടത് മൂക്കിനാണ്. കഴുത്ത് നോക്കി വെട്ടിയെങ്കിലും ഇരുട്ടിൽ മൂക്കിന് വെട്ടുകൊണ്ട് CP രാഖി രാമൻ നമ്മുടെ നാട്ടിൽ നിന്ന് പോവുകയും അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുകയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും ഇവിടുന്ന് പോവുകയും ദിവാൻ ഭരണം അവസാനിക്കുകയും ജനാധിപത്യം വരികയും ഒക്കെ ചെയ്ത കുറേ സംഭവങ്ങളുണ്ട്. അങ്ങനെ CP യെ വെട്ടിയ സംഭവം അത് ബ്രിട്ടീഷുകാരെ ഞെട്ടിച്ച സംഭവമാണ്. CP എന്ന് പറയുന്നത് തമിഴനായൊരു പട്ടര് തമിഴ്നാടിനെ പ്രതിനിധീകരിച്ച് എത്തിയതല്ല, ബ്രിട്ടീഷുകാരെ പ്രതിനിധീകരിച്ചാണ് ഇന്ത്യയിൽ എത്തിയത്. CPക്ക് കൊണ്ട വെട്ട് ബ്രിട്ടീഷ് രാജാവിന് കൊണ്ട വെട്ടുപോലാണ്. CPക്ക് നേരെ ഉണ്ടായ അപകടം, ആക്രമണം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് നേരെ ഉണ്ടായ ആക്രമണമാണ്. അപ്പോൾ ആ CP യെ വെട്ടാനും മാത്രം ധൈര്യമുള്ള ആൾക്കാർ, ആ ഒരു സംഭവമാണ് ബ്രിട്ടീഷുകാരെ ഞെട്ടിച്ച മറ്റൊരു ഭാഗം. ധാരാളം മറ്റ് സംഭവങ്ങൾ സ്വാതന്ത്ര്യ സമരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജി മഹാത്മാഗാന്ധി നടത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ മഹാത്മാഗാന്ധി നടത്തുന്ന എല്ലാ സമരത്തിനും പ്രത്യേകതയുണ്ട്. അതൊരിക്കലും അക്രമാസക്തമാകാൻ അദ്ദേഹം സമ്മതിക്കുന്നില്ല. അപ്പോൾ ചൗരി ചൗരാ സമ്മേളനമാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ഉപ്പ് സത്യാഗ്രഹമാണെങ്കിലും ഒക്കെ ആണെങ്കിലും അതിൻ്റെ എല്ലാ അവസാനം അത് സമാധാനപരമായിരിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ബ്രിട്ടീഷുകാർക്ക് ഭയമുണ്ടായില്ല. അവരെ അടിമുടി ഭയപ്പെടുത്തിയ രണ്ട് സംഭവങ്ങളിൽ ഒന്നാണ് ഈ കൊച്ചു കേരളത്തിൽ നടന്ന സംഭവം. സർ CP യെ വെട്ടി. CP യെ വെട്ടിയ കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ആരെങ്കിലും ഉണ്ടായിരുന്നോ? T. തോമസ് ഉണ്ടോ? AKG ഉണ്ടോ? EMS ഉണ്ടോ? VS ഉണ്ടോ? ആ സമയത്തില്ല. PT പുന്നൂസ് ഉണ്ടോ? ആരുമില്ല. ആ CP യെ വെട്ടിയത് എവിടെ വെച്ചാണ്? തിരുവനന്തപുരത്ത് വെച്ചാണ് വെട്ടിയത്. സംഗീത അക്കാദമി, മ്യൂസിക് അക്കാദമി ഹാളിൽ ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യരുടെ കച്ചേരി കാണാൻ വേണ്ടി എത്തിയതാണ് CP രാമസ്വാമി അയ്യർ. CP രാമസ്വാമി അയ്യർ വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന് ഇംഗ്ലീഷിലൊക്കെ ധാരാളം കൃതികൾ എഴുതിയിട്ടുള്ള ആളാണ്. ഇംഗ്ലീഷിൽ ബ്രിട്ടീഷുകാരേക്കാൾ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന ആളാണ് CP രാമസ്വാമി അയ്യർ. തമിഴന്മാരായ ഭട്ടന്മാർക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു കമ്പം സംഗീതത്തിലുണ്ടായിരുന്നുകൊണ്ട് ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യരുടെ പാട്ട് കച്ചേരി സംഗീതം കേൾക്കാൻ വേണ്ടി വന്ന CP രാമസ്വാമി അയ്യരെ
KCS മണി എന്ന് പറയുന്ന അമ്പലപ്പുഴക്കാരനായ സോഷ്യലിസ്റ്റ് പ്രവർത്തകൻ ആഞ്ഞു വെട്ടുമ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന അപൂർവം ആൾക്കാരിൽ ഒരാൾ എന്ന് പറയുന്നത് പി പുരുഷോത്തമൻ നായർ എന്ന് പറയുന്ന കുട്ടൻ സാറാണ്. ആലോചിച്ച് നോക്കിയേ. അതിൻ്റെ തലേ ദിവസം കുട്ടൻ സാർ കമ്മ്യൂണിസ്റ്റുകാരനല്ല, കുട്ടൻ സാർ കോൺഗ്രസ്സുകാരനല്ല, പക്ഷെ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുമായി. എന്താ ഈ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്? കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും അല്ലാതെ KSP എന്ന് പറയുന്ന ഒരു സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ് പണ്ട് കേരളത്തിൽ വളരെ സജീവമായിരുന്നു. അവരാ പിന്നെ RSP ആയിട്ടൊക്കെ മാറിയത്. ആ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകാരുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. തലേ ദിവസം CPI വിട്ടുന്നതിൻ്റെ തലേ ദിവസം തിരുവനന്തപുരത്ത് കൂടിയ ഒരു സമ്മേളനത്തിൽ ഗൂഢാലോചന എന്ന് വേണമെങ്കിൽ പറയാം. പണ്ട് ബറോഡ ഡൈനാമിറ്റ് കേസിൽ പങ്കെടുത്തെന്നും പറഞ്ഞുകൊണ്ട് ജോർജ് ഫെർണാണ്ടസ് 10-20 കൊല്ലമാണ് ജയിലിനകത്ത് കിടന്നത്. അത്രയും നാളകത്ത് കിടന്നതാണ്. അപ്പോൾ അതുപോലെ തലേ ദിവസം അവിടെ കൂടിയ ഒരു ഗൂഢാലോചനയിൽ നാളെ മ്യൂസിക് അക്കാദമി ഹാളിൽ ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യരുടെ കച്ചേരി കേൾക്കാൻ വേണ്ടി വരുന്ന കേരളത്തിലെ ദിവാൻ, അമേരിക്കൻ മോഡൽ ഭരണം കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദിവാനെതിരെ ഒരു പ്രതിഷേധം നടത്തണമെന്നും ഒന്നുകിൽ അയാളെ പിക്കറ്റ് ചെയ്യണമെന്നും തടഞ്ഞു വെക്കണമെന്നും ആക്രമിക്കണോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് തീരുമാനമെടുക്കാൻ വേണ്ടി തലേ ദിവസം കൂടിയ രഹസ്യ മീറ്റിങ്ങിൽ പങ്കെടുത്തത് അക്കൂട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് നേതാക്കന്മാരില്ല. പക്ഷെ നമ്മുടെ കുട്ടസാറൊക്കെ അടുത്തുണ്ടായിരുന്നു. നമ്മുടെ കുട്ടസാർ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു. KCS മണി അവസാന കാലഘട്ടത്തിൽ അമ്പലപ്പുഴയിലാണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിനെതിരെ പിന്നെ കേസൊന്നും ഉണ്ടായില്ല. കാരണം ആ സമയത്ത് ബ്രിട്ടീഷ് ഭരണമൊക്കെ മാറിയുടെ ആ കേസൊക്കെ തേഞ്ഞു മാഞ്ഞു പോയി. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് ആ ഗൂഢാലോചനയിലും ആലോചനാ യോഗത്തിലും ആ വെട്ടിയ സന്ദർഭത്തിലും ആ മീറ്റിങ്ങിലും പങ്കെടുത്തിരുന്ന കുട്ടൻ സാർ ഇതിലൊന്നും പെടാതെ വഴുതിപ്പോയത് കൊണ്ടാണ് ഇന്ന് നമുക്ക് കുട്ടൻ സാറിനെ കുറിച്ച് ഇവിടെ ബഹുമാനപൂർവ്വം ആദരപൂർവ്വം ഈ അനുസ്മരണ സമ്മേളനം നടത്താൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് പറ്റിയാലേ അദ്ദേഹം ജയിലിലായി പോയാലേ ഭാവി മറ്റൊന്നായി തീർന്നേ. പുറത്താർക്കും അറിയില്ല. അറിഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹത്തെല്ലാം നമുക്ക് നമ്മുടെ അസംബ്ലി പ്രഭാരം ചേട്ടനെ അറിയാമല്ലോ, നമ്മുടെ സത്യകീർത്തിയുടെ അച്ഛൻ പ്രഭാരം ചേട്ടൻ. എന്താണ് അസംബ്ലി പ്രഭാരം ചേട്ടൻ എന്ന് വിളിക്കുന്നത്? അദ്ദേഹം വന്ന് നമ്മുടെ അസംബ്ലിയിൽ ശ്രീമൂലം പ്രജാസഭയൊക്കെ കൂടിയിരുന്ന അസംബ്ലിയിൽ നിയമസഭയിൽ കയറി ചെങ്കൊടി ഉയർത്തുകയും ഇൻകിലാബ് സിന്ദാബാദ് വിളിക്കുകയും ചെയ്തു. പോലീസ് പിടിച്ച് അദ്ദേഹത്തെ നിഷ്ഠൂരമായി തല്ലി. എന്നിട്ടും അവസാനം വരെ സമര പോരാളിയായിരുന്ന സഖാവായിരുന്നു സഖാവ് അസംബ്ലി പ്രഭാകരൻ. പ്രഭാകരൻ എന്ന് പറഞ്ഞാൽ അറിയില്ല, അസംബ്ലി പ്രഭാകരൻ എന്ന് പറഞ്ഞെങ്കിലേ അറിയൂ. എന്തുകൊണ്ട് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നു? അദ്ദേഹം അസംബ്ലിയിൽ കയറി മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ്. അക്കാലത്തിൻ്റെ പോലീസിന്റെ റിപ്പോർട്ടിൽ അതുമായി ബന്ധപ്പെട്ട് CPI വെട്ടിയ സംഭവവുമായി ബന്ധപ്പെട്ട് കുറെ കൂടെയൊക്കെ പ്രചാരം ലഭിച്ചിരുന്നെങ്കിൽ കുട്ടൻ സാറിനെ നമ്മൾ CP കൂട്ടരെന്നോ വെട്ട് കൂട്ടരെന്നോ ദിവാൻ കൂട്ടരെന്നോ ഒക്കെ നമ്മൾ അദ്ദേഹത്തെ പേരിട്ട് ഒരുപക്ഷെ വിളിച്ചു പോയേ. നമ്മുടെ ഭാഗ്യത്തിന് അദ്ദേഹം വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞിട്ട് ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായതുകൊണ്ട് കൂടെയുള്ള സുഹൃത്തുക്കൾ, പോലീസ് അന്വേഷിച്ച സുഹൃത്തുക്കൾ ഒന്നും തന്നെ കുട്ടൻ സാറിന്റെ പേര് പറഞ്ഞു കൊടുത്തില്ല. പക്ഷേ ബ്രിട്ടീഷുകാരെ നടുക്കിയ ആ ചരിത്ര സംഭവത്തിൽ, അതിൻ്റെ ആലോചനാ യോഗത്തിലും അതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്ന യോഗത്തിലും വെട്ടിയ ആ പരിപാടിയിലും പങ്കെടുത്ത അപൂർവം ആൾക്കാരൊരാൾ കുട്ടൻ സാറായിരുന്നു, സംശയം വേണ്ട. ഞാൻ ഓർക്കുന്നു, ഒരു 10-15 കൊല്ലത്തിന് മുമ്പ് KCS മണി മരിക്കുന്നതിന് മുമ്പ് ആ ഒരു സംഭവം, KCS മണി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതേക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. CPI വെട്ടിയ ദിവാനെ വെട്ടിയ കഥയുമായി ബന്ധപ്പെട്ട് പത്രക്കാരൊരിക്കൽ ഒരു ഇന്റർവ്യൂ നടത്താൻ വേണ്ടി KCS മണി എടുത്തു ചെന്നു അമ്പലപ്പുഴയിൽ. അപ്പൊ KCS മണി പറഞ്ഞു, എനിക്കിപ്പോൾ അതൊന്നും വലിയ ഓർമ്മയില്ല, പറവൂര് കുട്ടൻ പോയി നിർത്താൻ താമസിക്കണം, നിങ്ങൾ അവനോട് ചോദിച്ചു. നിങ്ങൾ കുട്ടനോട് ചോദിക്കൂ, പുരുഷോത്തമൻ നായർ എന്ന് വന്ന് കുട്ടനോട് ചോദിക്കൂ എന്ന് പറഞ്ഞു. പത്രക്കാർ വന്ന് കുട്ടൻ സാറിനെ പുരുഷോത്തമൻ നായർ സാറുമായിട്ട് അഭിമുഖം നടത്തുകയും
ഒരു 10-20 കൊല്ലക്കാലത്തിന് മുമ്പ് മാതൃഭൂമി പത്രത്തിൽ അതൊരു ഫീച്ചറുമായി വരികയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും കൂടുതൽ ഘോഷിക്കപ്പെട്ടില്ല, ആഘോഷിക്കപ്പെട്ടില്ല, പ്രചരിപ്പിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. അതൊക്കെ പ്രചരിപ്പിച്ച് ചില ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആളാണോ എന്നുള്ള പേരിൽ കൂടുതലായി അറിയപ്പെടാനോ അതിൻ്റെ പേരിൽ എന്തെങ്കിലും കൂടുതൽ പ്രചാരമുണ്ടാക്കാനൊന്നും കുട്ടൻ സാർ ആഗ്രഹിച്ചില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം, അദ്ദേഹം എങ്ങനെ ഇതെത്തിയെന്ന് പെട്ടു. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു. നമ്മുടെ ആ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജെല്ലാം കഴിഞ്ഞ് SMB ഹൈസ്കൂളുണ്ട്. ഓവർ ബ്രിഡ്ജിനടുത്താണ് SMB ഹൈസ്കൂൾ. ആയുർവേദ കോളേജിൻ്റെ ഒക്കെ അപ്പുറത്ത് SMB ഹൈസ്കൂളിലാണ് കുട്ടൻ സാർ പഠിച്ചിരുന്നത്. ആ SMB സ്കൂളിലെ പഠിത്തമെല്ലാം കഴിഞ്ഞതൊക്കെ യൂണിവേഴ്സിറ്റി കോളേജ് ചേർന്നു. യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് കെമിസ്ട്രി BSc പാസ്സായി. കെമിസ്ട്രി BSc പാസ്സായി FACTയിൽ ഉദ്യോഗത്തിന് വേണ്ടി ശ്രമിച്ച് അത് FACT ഒക്കെ രൂപീകരിക്കപ്പെട്ടു വരുന്ന കാലഘട്ടമാണ്. MKK നായരൊക്കെ മുന്നിൽ നിന്ന് രൂപീകരിക്കപ്പെട്ടു വരുന്ന കാലമാണ്. അതും ഇതുപോലെ നമ്മുടെ ഭാഗ്യത്തിന് അദ്ദേഹത്തിന് FACT ജോലി കിട്ടിയില്ല. അല്ലെങ്കിൽ ആ ജോലി അദ്ദേഹം താല്പര്യം കാണും. എന്താ കാര്യം FACT ജോലി കിട്ടിയാൽ? FACT ജോലി കിട്ടിയുള്ള ആൾക്കാരുടെ കുഴപ്പമെന്താ? അവരാളുകൾ താമസമാക്കും. സെക്രട്ടറിയേറ്റ് ജോലി കിട്ടിയാലുള്ള കുഴപ്പമെന്താ? അവർ തിരുവനന്തപുരത്തുകാരാവും. സെക്രട്ടേറിയറ്റിന് ജോലി കിട്ടുന്ന ഒരു മനുഷ്യൻ തിരുവനന്തപുരത്ത് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരു കല്യാണം കഴിച്ച് അവിടെ അങ്ങ് കൂടി അവൻ തിരുവനന്തപുരത്തുകാരനാവും. അതുപോലെ തന്നെയാണ് FACTയിലും ഗോളിയർ റൈവൽസിലൊക്കെ പണ്ട് ജോലി കിട്ടിയാൽ അവിടുത്തുകാരായി മാറുമെന്നുള്ളതാണ്. അദ്ദേഹം അതിൻ്റെ താല്പര്യം കാണിച്ചില്ല. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു P. വിശ്വംഭരൻ. കേട്ടിട്ടുണ്ടോ? P. വിശ്വംഭരൻ XMP ആണ്, മുൻ പാർലമെന്റ് അംഗമാണ്. അദ്ദേഹം സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകാരനാണ്. കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും അല്ലാത്ത, അല്ലെങ്കിൽ കോൺഗ്രസിൽ സോഷ്യലിസം പോരാ, വിപ്ലവം പോരാ എന്ന് പറഞ്ഞ് കേരള സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി KSPക്കാരായി മാറിയ ആൾക്കാരാണ് പിന്നെ RSPക്കാരായി മാറിയത്. അപ്പോൾ ആ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു P. വിശ്വംഭരൻ. P. വിശ്വംഭരനുമായിട്ടുള്ള അസാധാരണമായ അടുപ്പം. പഴയ RSPക്കാർ കൗമുദി ബാലകൃഷ്ണൻ കേട്ട് കാണും, K. ബാലകൃഷ്ണൻ, കൗമുദി ബാലകൃഷ്ണൻ, N. ശ്രീകണ്ഠൻ നായർ, കണ്ണന്തോടത്ത് ജനാർദ്ദനൻ നായർ അക്കാലത്തെ RSP നേതാക്കന്മാരാണ്. CPI വെട്ടുന്ന കാര്യം അറിയാവുന്ന 5-6 പേർ, ഒന്ന് N. ശ്രീകണ്ഠൻ നായരും കണ്ണന്തോടത്ത് ജനാർദ്ദനൻ നായരും കുട്ടൻ നായർ സാറിനും അതുപോലെ തന്നെ KCS മണിക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ എന്നുള്ളതാണ്. ചില സവിശേഷമായ സാഹചര്യങ്ങൾ കൊണ്ട് ആ കേസിലൊന്നും പെടാതെ പോകുകയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പുതിയൊരു പശ്ചാത്തലത്തിലേക്ക് കടക്കുന്നത് കൊണ്ട് അത് രൂക്ഷമാകപ്പെടാതിരിക്കുകയും ചെയ്തുകൊണ്ട് കുട്ടൻ സാർ പോലീസ് പിടിയിലായില്ല എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാരുമായി ബന്ധമുണ്ടായിരുന്നു. OLV കുറുപ്പുമായും അതോടൊപ്പം തന്നെ ധാരാളം സാഹിത്യകാരന്മാരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന കുട്ടൻ സാറ് വീണ്ടും കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ 1957 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ ഓഡിറ്ററായി ജോലിക്ക് കയറുന്നു. കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ ഓഡിറ്ററായി ജോലിക്ക് കയറി. കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്. ആലപ്പുഴ കയർ ഫാക്ടറി തൊഴിലാളികളുടെ നാടാണ്. ആലപ്പുഴ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ നാടാണ്. തൊഴിലാളികൾക്ക് വേണ്ടി സംഘടിക്കാനും അവിടെ കയർ ഉൽപ്പന്നങ്ങൾ നല്ല രീതിയിൽ വിറ്റഴിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാധ്യമം എന്നുള്ള നിലയിലാണ് കേരള കയർ മാക്സ് ആൻഡ് മാറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപം കൊടുത്തത്. ആ സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിട്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് നിശ്ചയിച്ചത് പുരുഷോത്തമൻ നായർ എന്ന കുട്ടൻ സാറിനെയാണ്. അദ്ദേഹത്തെയാണ് നിശ്ചയിച്ചത്. ഒരു പുതിയ സംവിധാനമാണ്. ഈ സഹകരണ പ്രസ്ഥാനവുമായി നമ്മുടെ സഖാക്കൾക്ക്, നമ്മുടെ നാട്ടുകാർക്ക്, കയർ ഫാക്ടറി തൊഴിലാളികൾക്ക്, ആലപ്പുഴ നിവാസികൾക്ക് വലിയ പരിചയമില്ലെങ്കിലും അതുമായി ബന്ധപ്പെടുത്തി ഒരു വലിയ പ്രസ്ഥാനമാക്കി അതിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി അതിൻ്റെ സെക്രട്ടറി ആയിട്ട് ആലപ്പുഴ കയർ മാക്സ് ആൻഡ് മാറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിട്ട് കുട്ടൻ നായർ സാറിനെ 57 EMS ഗവൺമെൻറ് നിയമിക്കുകയുണ്ടായി. അദ്ദേഹം ആ സൊസൈറ്റി വലിയൊരു പ്രസ്ഥാനമാക്കി മാറ്റിയെടുത്തു. അതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു. അത് ധാരാളം സംവിധാനങ്ങൾ അതിന് ഏർപ്പെടുത്തി. അത് പടർന്ന് പന്തലിച്ചു. വിമോചന സമരത്തിൻ്റെ അവസാനത്തോടുകൂടി, വിമോചന സമരം അവസാനിച്ചതോടുകൂടി പുതിയ മന്ത്രിസഭ വന്നു. പുതിയ മന്ത്രിസഭ വന്നപ്പോൾ കോൺഗ്രസ് മന്ത്രിസഭയാണ് വന്നത്. കോൺഗ്രസ് മന്ത്രിസഭ വന്നപ്പോൾ കോൺഗ്രസ്സുകാർക്കെല്ലാം കൂടെ അദ്ദേഹത്തെ പിരിച്ചു വരണം. കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇരിക്കുന്നത്.
KCS മണിയുടെ കൂടെ CPI വെട്ടിയ കഥയൊന്നും അവർക്ക് അറിയില്ല, അല്ലെങ്കിൽ പിടിച്ചകത്തിട്ട്. അദ്ദേഹത്തെ മാറ്റണം. അന്ന് വ്യവസായ വകുപ്പ് മന്ത്രിയായിട്ടിരുന്നത് KA ദാമോദര മേനോൻ എന്ന് പറയുന്ന ആളാണ്. നിങ്ങൾ കേട്ട് കാണും KA ദാമോദര മേനോൻ. KA ദാമോദര മേനോൻ എന്ന് പറയുന്നത് മാതൃഭൂമിയായിട്ട് ബന്ധമുള്ള മാതൃഭൂമിയുടെ ഡയറക്ടറാണ്. ലീലാ ദാമോദര മേനോൻ എന്ന് പറയുന്ന MP-യുടെ ഭർത്താവാണ്. KA ദാമോദര മേനോൻ കേരളത്തിൻ്റെ വ്യവസായ മന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ കോൺഗ്രസ്സുകാരെല്ലാവരും കൂടെ ചെന്ന് KA ദാമോദര മേനോൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അവിടെ ഇരിക്കുന്നത്, അയാളെ മാറ്റണം, ശരിയാവില്ല. ആര് പറഞ്ഞാലും കേൾക്കാത്ത ഒരാളെ KA ദാമോദര മേനോൻ. KA ദാമോദര മേനോനെ കുറിച്ചൊരു കഥയുണ്ട്. KA ദാമോദര മേനോൻ മലബാർ ഭാഗത്ത് ഒരു വലിയ കുടുംബത്തിൽപ്പെട്ട ആളെന്ന നിലയിൽ സ്വാധീനമുള്ള ഒരാളെന്ന നിലയിൽ അവിടെ NSSന്റെ പ്രവർത്തനത്തിന് ദാമോദരൻ മേനോന് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് സമുദായാചാര്യൻ ബഹുമാനപ്പെട്ട മന്നത്തെ പത്മനാഭൻ അന്ന് KA ദാമോദരൻ മേനോനെ വിളിച്ച് പറഞ്ഞു, മേനോനെ, താൻ ഈ രാഷ്ട്രീയം കൊണ്ടും ഒന്നും നടന്നിട്ട് കാര്യമില്ല. താൻ ജനിച്ചത് നായരായിട്ട്, താൻ വളരുന്നത് ജീവിക്കുന്നത് നായരായിട്ട് തന്നെ മരിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ KA ദാമോദര മേനോന് മറുപടി കൊടുത്തു മന്നത്തിൽ, ഞാൻ ജനിച്ചത് മനുഷ്യനായിട്ട്, ഞാൻ ജീവിക്കുന്നത് മനുഷ്യനായിട്ട്, ഞാൻ മരിക്കുന്നതും മനുഷ്യനായിട്ട് എന്ന് പറഞ്ഞ തീഷ്ണാശാലിയാണ്. ആര് പറഞ്ഞാലും വകവെക്കാത്ത തീഷ്ണാശാലിയായ KA ദാമോദര മേനോൻ്റെ അടുത്ത് കോൺഗ്രസ്സുകാർ മുഴുവൻ പേരും വെച്ചെന്ന് പറഞ്ഞു, പുരുഷോത്തം നായരെ മാറ്റണം, ശരിയാകത്തില്ല. അദ്ദേഹം പറഞ്ഞു, പുരുഷോത്തമൻ നായർ തന്നെ അവിടെ ഇരുന്നാൽ മതി, കമ്മ്യൂണിസ്റ്റുകാർ നിയമിച്ചാലും കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും ആ പ്രസ്ഥാനം ഒരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റിയെടുത്തതിൽ പുരുഷോത്തമൻ നായരുടെ പങ്കെന്താണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് കൊണ്ട് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തകരായ നിങ്ങൾ പറയുന്നതല്ല ഞാൻ കേൾക്കുന്നത്, ആ പ്രസ്ഥാനത്തിൻ്റെ ഭാവി എന്നുള്ള നിലയിൽ അവിടെ ശ്രീ കുട്ടൻ നായർ തന്നെ, ശ്രീ പുരുഷോത്തമൻ നായർ തന്നെ ഇരിക്കട്ടെ എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം തന്നെ അവിടെ ഇരുന്നു, അദ്ദേഹം തന്നെ ആ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. ആരും വന്നിട്ടും ദാമോദര മേനോൻ മാറ്റിയില്ല എന്നുള്ളതാണ്. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ പിന്നെ അച്യുത മേനോൻ മന്ത്രിസഭ വരുന്നു. അച്യുത മേനോൻ മന്ത്രിസഭ വന്ന സന്ദർഭത്തിൽ അന്ന് ആദ്യമേ വ്യവസായ വകുപ്പ് മന്ത്രിയായിട്ടിരുന്നത് NE ബലറാമാണ്. NE ബലറാം മാറി വ്യവസായ വകുപ്പ് മന്ത്രിയായി TV തോമസ് വന്ന സന്ദർഭത്തിൽ കേരളത്തിലെ കയർ വ്യവസായത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി, കേരളത്തിലെ കയർ വ്യവസായ തൊഴിലാളികൾക്കും ഒരു വലിയ ആഭിമുഖ്യമുണ്ടാക്കുന്നതിന് വേണ്ടി, അതൊരു വലിയ വ്യവസായമായി മാറ്റിയെടുത്ത് ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വിപണി കണ്ടെത്തുന്നതിന് വേണ്ടി കയർ കോർപ്പറേഷൻ രൂപം കൊടുക്കുകയുണ്ടായി. കയർ കോർപ്പറേഷൻ രൂപം കൊണ്ടത് വ്യവസായ വകുപ്പിൻ്റെ കീഴിലാണ്. NE ബലറാം മാറി TV തോമസ് വ്യവസായ വകുപ്പ് മന്ത്രിയായ സന്ദർഭത്തിൽ ആരെ വെക്കണം? എൻ്റെ ജനറൽ മാനേജരായിട്ട് ആരെ വെക്കണം? കുട്ടൻ സാറ് ജോലി ചെയ്യുന്നത് വ്യവസായ വകുപ്പിലല്ല, അദ്ദേഹം ജോലി ചെയ്യുന്നത് കോർപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, സഹകരണ വകുപ്പിലാണ്. സഹകരണ വകുപ്പിൽ ജോലി ചെയ്യുന്ന വ്യവസായ വകുപ്പുമായി യാതൊരു ബന്ധവുമില്ലാത്ത കുട്ടൻ സാറിനെ തന്നെ അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് അച്യുത മേനോൻ മന്ത്രിസഭയിലെ TV തോമസ് നിയമിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതൊരു കാര്യമുണ്ട്. എന്താണ്? വസ്തുതകൾ മനസ്സിലാക്കാൻ നമ്മുടെ പല നേതാക്കന്മാർക്കും കഴിഞ്ഞിരുന്നു എന്നുള്ളതുകൊണ്ട് അദ്ദേഹം കയർ കോർപ്പറേഷൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് ഡെപ്യൂട്ടേഷൻ ഇരുന്നു എന്നുള്ളതാണ്. 5 കൊല്ലത്തോളം അദ്ദേഹം ഇരുന്നു. അന്ന് CG സദാശിവൻ എന്ന് പറയുന്ന CPIയുടെ മുൻ MLA ചെയർമാനായിരുന്നു. എൻ്റെ അമ്മയുടെ ഒരു അകന്ന ബന്ധുവായതുകൊണ്ട് അദ്ദേഹം പലപ്പോഴും രണ്ടുപേരും കൂടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. അങ്ങനെ കയർ കോർപ്പറേഷന് ഒരു പുതിയ മുഖച്ഛായ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി ധാരാളം ശ്രമങ്ങൾ കുട്ടൻ നായർ സാറിൻ്റെ ഭാഗത്തുണ്ടായി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് സന്തോഷകരമായ കാര്യമാണ്. ഇങ്ങനെ ഔദ്യോഗിക രംഗത്ത് ധാരാളമായി ശോഭിച്ചിരിക്കുമ്പോഴാണ് നമ്മളുടെ ആ രംഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് തീക്ഷ്ണമായ ചെറുപ്പത്തിൽ ഇങ്ങനെ ശാസ്താംഗ അമ്പലത്തിൻ്റെ ആ മനോഹരമായ സത്യവാദിൻ്റെയൊക്കെ വീടിന് സമീപത്ത് ആ മണൽത്തരിയിൽ ഇങ്ങനെ ഇവർ ചെറുപ്പക്കാരെല്ലാം കൂടി ഇങ്ങനെ കൂടിയിരുന്ന് എന്തെങ്കിലും ചെയ്യണം. മഹാത്മാഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കൂ, അവരെ കൂടെ
കൂടെ കൊണ്ടുപോകുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യൂ എന്നുള്ള മഹത് വചനത്തിൽ ആശ്വാസം കണ്ടെത്തിയത് കൊണ്ടോ സ്വാധീനിച്ചത് കൊണ്ടോ അവിടെ 3-4 ചെറുപ്പക്കാർ കൂടി തീരുമാനമെടുക്കുകയുണ്ടായി. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? കെയർ ഫാക്ടറി ഉണ്ടാക്കി ജോലി കൊടുക്കാൻ പറ്റത്തില്ല. വള്ളവും വലയും മേടിച്ച് മത്സ്യത്തൊഴിലാളികളെ കടലിൽ വിടാൻ പറ്റത്തില്ല. എന്താ ചെയ്യുക? അറിവുണ്ടാക്കുക. വിശക്കുന്ന മനുഷ്യ, പുസ്തകം നീ കയ്യിലെടുക്കൂ, നിനക്കുള്ള ആയുധമാണെന്ന് ബ്രഷ്ട് പറഞ്ഞതുപോലെ, ഹംഗ്രി മാൻ ഗോ ഫോർ ദ ബുക്സ്, ഇറ്റ് ഈസ് എ വെപ്പൺ. വിശക്കുന്ന മനുഷ്യ, പുസ്തകം കയ്യിലെടുക്കുക, ആയുധമാണെന്ന് പറഞ്ഞതുപോലെ അങ്ങനെ മനുഷ്യനെ കൊണ്ട് പുസ്തകം വായിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയുണ്ടായി. നമ്മുടെ ആ മണ്ണിന് പ്രത്യേകതയുണ്ട്. കേരളത്തിലെ സാഹിത്യപഞ്ചാരൻ എന്നറിയപ്പെടുന്ന PK നാരായണപിള്ള അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് ഈ ശാസ്താക്ഷേത്രവുമായി ഒരുപാട് ബന്ധപ്പെട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില പുസ്തകങ്ങളിൽ സത്യം അറിയാൻ പറ്റും. ആ പുസ്തകങ്ങൾ ശാസ്താക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ശാസ്താക്ഷേത്രവും ശാസ്താംഗ അമ്പലവും അവിടുത്തെ ചൊരിമണലും അതുപോലെ തന്നെ അതിന് സമീപത്തുള്ള ഏതോ ഒരു അധ്യാപകൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഞാൻ വിട്ടുപോയി. ഈ പേരാക്കത്തിയുടെ തുമ്പ് ചേർത്ത് വെച്ച് കുട്ടികളെ ഞെരടി പിടിഞ്ഞെടുക്കുന്ന, അവരെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെ കുറിച്ചൊക്കെ ആ പുസ്തകത്തിൽ പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ശാസ്താംഗ ക്ഷേത്രത്തിൻ്റെ മൈതാനത്തിൽ വെച്ചാണ് ഒരു ലൈബ്രറി പ്രസ്ഥാനം ആരംഭിക്കുന്ന ശ്രമമുണ്ടായി. അതിനുവേണ്ടിയുള്ള കൂട്ടായ കാര്യങ്ങൾ ആലോചിച്ചു. കുട്ടൻ സാറും ഒരു അഡ്വക്കേറ്റായ പിലാപ്പള്ളിയും അദ്ദേഹം ഇന്ന് എറണാകുളത്തോട്ട് പോവുകയുണ്ടായി. ശ്രീ MG മേനോൻ സാറും അതുപോലെ തന്നെ ഈ പുന്നപ്രയിലെ അധ്യാപകനായിരുന്ന പ്രസന്നകുമാർ എന്ന് പറയുന്ന ആളിൻ്റെ അച്ഛൻ കൃഷ്ണപിള്ളയും അടക്കമുള്ളവർ ചേർന്ന് നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുകയുണ്ടായി. പിന്നെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് കൃഷ്ണപിള്ളയാണ്. ഒരു കൊല്ലം ഇരുന്നുള്ളൂ. പാലക്കാപ്പള്ളിയിൽ എന്ന് പറയും പ്രസന്നകുമാർ, അദ്ദേഹത്തിൻ്റെ അച്ഛനാണ്, നല്ല ഓർമ്മ. ഒരു കൊല്ലം കഴിയുമ്പോൾ അദ്ദേഹം പോയി. പിന്നെ ലൈബ്രറിയുടെ പ്രസിഡന്റായിട്ടിരുന്നത് ശ്രീ MG മേനോനാണ്. വൈസ് പ്രസിഡന്റായിട്ടിരുന്നത് കുട്ടൻ സാറാണ്. വൈസ് പ്രസിഡന്റായിട്ട് കുട്ടൻ സാർ ഇരുന്നെങ്കിലും പ്രസിഡന്റിന്റെ ചുമതലകൾ കൂടെ നിർവഹിക്കണമെന്നുള്ള നിർദ്ദേശത്തിലാണ്. മേനോ സാറിനോട് സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. മേനോ സാറിന് പ്രത്യേകത ഉണ്ടായിരുന്നു. ശ്രീ MG മേനോൻ അദ്ദേഹം വടക്കനാണ്, നമ്മുടെ നാട്ടുകാരനാണ്. ഈ 10-70 കൊല്ലക്കാലത്തിന് മുമ്പ് നമ്മുടെ നാട്ടിൽ മേനോന്മാരായിരുന്നു. നമ്മുടെ നാട്ടിലുള്ളത് കുറുപ്പന്മാരും കൈമളുമാരും നായന്മാരും പിള്ളമാരും ഒക്കെ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് മേനോന്മാരില്ലായിരുന്നു. വടക്കേ കേരളത്തിൽ നിന്ന് വന്ന ഒരാളാണ് ശ്രീ മേനോൻ. അദ്ദേഹം ചേന്ദമംഗലത്തുകാരനാണ്. സേതു, എഴുത്തുകാരൻ സേതുവിൻ്റെ നാട്ടുകാരനാണ്, വടക്കപ്പുറത്തുകാരനാണ്, ചേന്ദമംഗലത്തുകാരനാണ്, കൊടുങ്ങല്ലൂർ അടുത്തുള്ളവരാണ്. അദ്ദേഹം ഇവിടെ ജോലി AV തോമസ് ആൻഡ് കമ്പനിയിൽ ജോലി കിട്ടി വന്നതിൻ്റെ ഭാഗമായി ഭാരിച്ച ശമ്പളം കിട്ടുന്ന, അന്ന് ഇൻകം ടാക്സ് കൊടുക്കുന്ന ആളാണ്. അദ്ദേഹം ജോലി കിട്ടി ഇവിടെ വന്നപ്പോൾ തൻ്റെ മിച്ചമുള്ള സമയം ഈ നാട്ടിന് വേണ്ടി ചിലവഴിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം പ്രസിഡന്റായിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കി, ലൈബ്രറിയുടെ പ്രവർത്തനം ആരംഭിച്ചു. പക്ഷെ അദ്ദേഹത്തിന് കുഴപ്പമുണ്ടായിരുന്നു. ഒന്ന്, അദ്ദേഹം ഈ സായിപ്പിൻ്റെ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. സായിപ്പിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ശ്രീ MG മേനോന് സായിപ്പന്മാരുടെ കൃത്യനിഷ്ഠയാണ്. മറ്റൊന്ന്, സായിപ്പന്മാരോട് സംസാരിക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അനർഗളമായ ഇംഗ്ലീഷ് മാത്രമേ വരത്തുള്ളൂ, മലയാളത്തിൽ സ്വാധീനമുണ്ടെങ്കിൽ പോലും. അപ്പോൾ നിരന്തരമായി അനർഗളമായി പ്രവഹിക്കുന്ന ഇംഗ്ലീഷും സായിപ്പിൻ്റെ കമ്പനിയിലെ കൃത്യനിഷ്ഠയും കൊണ്ട് നമ്മുടെ നാട്ടുകാരെ ആകർഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ട് കുട്ടൻ സാറ് വൈസ് പ്രസിഡന്റായിട്ടിരുന്നാൽ ഞാൻ പ്രസിഡന്റായിട്ടിരിക്കാം എന്നുള്ള വ്യവസ്ഥയിലാണ് അവർ കൂട്ടായിട്ട് സഹകരിച്ച് ഒരു കമ്മിറ്റി ആദ്യം ഉണ്ടാക്കി. തൂവലും തൂമ്പയും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തിക്കൊള്ളാം, തൂവലും തൂമ്പയും എന്ന് പറയുന്നൊരു നാടകം പണം വെച്ച് ആൾക്കാരെ ആകർഷിച്ച് ആ പണം ഉപയോഗിച്ച് ഈ ലൈബ്രറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യകാല ശ്രമം ആരംഭിച്ചത്. ഏകദേശം 25 വർഷക്കാലത്തോളം ശ്രീ മേനോൻ, ശ്രീ MG മേനോൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുള്ള എൻ്റെ പ്രസിഡന്റായിരുന്നു. ആ കാലഘട്ടത്തിൽ എൻ്റെ വൈസ് പ്രസിഡന്റായിട്ട് ഇരുന്നു കൊണ്ട് പ്രസിഡന്റിനേക്കാൾ കൂടുതൽ ചുമതല ചെയ്തുകൊണ്ടിരുന്നത് ശ്രീ കുട്ടൻ സാറായിരുന്നു. അതിനുശേഷം ഒരു കാര്യം നമ്മൾ നോക്കണം. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ഗ്രന്ഥശാല സംഘം ഉണ്ടാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും പുതുവരിൽ നാരായണ പണിക്കർ എന്ന് പറയുന്ന PN പണിക്കർ, നീലമ്പേരൂർകാരനായ PN പണിക്കർ
കേരളത്തിൽ മുഴുവനും ഗ്രന്ഥശാല സംഘം ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്തുമാത്രം പാടുപെട്ടോ അതിൽ മിനിയേച്ചർ ചെറിയ പതിപ്പാണ് അമ്പലപ്പുഴയ്ക്കും ആലപ്പുഴയ്ക്കും ഇടയിൽ കുട്ടൻ സാർ അടക്കമുള്ള ആൾക്കാർ ശ്രമിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി മുന്നോട്ട് പോയത്. ഒരു പക്ഷേ കേരളത്തിൽ ഏകദേശം 70 വർഷത്തോളം സപ്തതി 7 ദശാബ്ദക്കാലത്തോളം ഒരു പ്രസ്ഥാനത്തിനു വേണ്ടി അതിൻ്റെ ഉപദേഷ്ടാവായി, അതിൻ്റെ വൈസ് പ്രസിഡൻ്റായി, അതിൻ്റെ പ്രസിഡൻ്റായി, അതിൻ്റെ എല്ലാമായി ആരെങ്കിലും ഒരാൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ കേരളത്തിലെ കുട്ടൻ സാർ അല്ലാതെ, പറവൂരെ കുട്ടൻ സാർ അല്ലാതെ വേറെ ആളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം അലങ്കാരത്തിന് വേണ്ടി ഇവിടെ കയറിയിരുന്ന ഒരാളല്ല. അദ്ദേഹം ഭംഗിയായി അഭിനയിക്കുമായിരുന്നു. നല്ലൊരു അഭിനേതാവാണ്. ആ കാലഘട്ടത്തിൽ നമുക്കറിയാം, പുന്നപ്രവല സമരം നടന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇവിടുത്തെ സബ് ഇൻസ്പെക്ടറായിരുന്നു സത്യനേശൻ നാടാർ എന്ന സത്യൻ. അദ്ദേഹം സിനിമാ അഭിനയെല്ലാം നിർത്തി സിനിമയിൽ അഭിനയിക്കാൻ പോയി. അദ്ദേഹം വലിയ നടനായി മാറി. അതുപോലെ ഈ കയർ സൊസൈറ്റിയുടെയും കയർ കോർപ്പറേഷൻ്റെയും എല്ലാം ജോലി ഉപേക്ഷിച്ച് സിനിമാ നടനായിപ്പോൾ ആകാര സൗഷ്ഠവം കൊണ്ടും അഭിനയ ചാതുര്യം കൊണ്ടും സത്യനേക്കാൾ വലിയ നടനായി മാറാനും മാത്രമുള്ള ഭാവ സൗഭാഗ്യമുള്ള ആളായിരുന്നു കുട്ടൻ സാർ. സംഗീതത്തെക്കുറിച്ച് അസാധാരണമായ അറിവുണ്ടായിരുന്നു. പാടും എന്നെനിക്കറിയില്ല, പക്ഷേ സംഗീതത്തെക്കുറിച്ച് പുരന്ദരദാസനെക്കുറിച്ചും സാധ്യതയുടെ കൃതികളെക്കുറിച്ചും ത്യാഗരാജ ഭാഗവതയെക്കുറിച്ചൊക്കെ പറയാനും മാത്രമുള്ള അറിവ് അദ്ദേഹം നേടിയെടുത്തിരുന്നു. സംഗീതത്തെക്കുറിച്ച് അഗാധമായ ജ്ഞാനമായിരുന്നു എന്നുള്ളതാണ്. പല സന്ദർഭത്തിൽ ഞാൻ അത്ഭുതപ്പെട്ട് നോക്കിയിട്ടുണ്ട്. ഞാൻ സത്യവാചകമൊക്കെ പഴയ കാലഘട്ടത്തിൽ ലൈബ്രറിയിലെ ഭാരവാഹിയായിരുന്ന സന്ദർഭത്തിൽ അത് കുട്ടൻ സാർ പ്രസിഡന്റും ബാബുരാജ് സാർ അറവാട് സ്കൂളിൽ ബാബുരാജ് സാർ വൈസ് പ്രസിഡന്റുമാണ്. അപ്പോൾ പുസ്തകം മേടിക്കാൻ വേണ്ടി ഞങ്ങൾ കോട്ടയത്ത് പോകും. അതിന് DC ബുക്സും NBS ഒന്നും ആലപ്പുഴയൊന്നും ഇല്ല. ആകപ്പാടെ ഉള്ളത് സാഹിത്യ NBS കോട്ടയത്ത് മാത്രമേ ഉള്ളൂ. SPCS സാഹിത്യ പ്രോസസ്സാണ് NBS. പുസ്തകം മേടിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം കൂടെ, ഞാൻ ബാബുരാജൻ സാറ് സത്യവാലൊക്കെ എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങളിങ്ങനെ കോട്ടയത്ത് പോകും. ലൈബ്രറിയിലായിരുന്ന മുരളിയാണ് ഗംഗപ്പച്ചേൻ്റെ. തലേ ദിവസം ആകുമ്പോൾ ഒരു വലിയ ലിസ്റ്റ് മുരളിയുടെ കയ്യിൽ കാണും. എന്ത് പുസ്തകം വാങ്ങണമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ 2-3 മറുപടിയുള്ളൂ. നമുക്ക് വേണ്ടത് ചുവന്ന കൈപ്പത്തിയും വെളുത്ത ചെകുത്താനുമാണ്. ചുവന്ന കൈപ്പത്തിയും വെളുത്ത ചെകുത്താനും പോലുള്ള നോവലുകൾ, അതാണ് നമുക്ക് വായിക്കേണ്ടത്. എന്ത് പുസ്തകമാണ് വായിക്കണമെന്ന് ചോദിച്ചാൽ ഒരു ലിസ്റ്റ് തലേ ദിവസം കുട്ടൻ സാർ ഏൽപ്പിച്ചതാണ്, മുരളിയെ ഏൽപ്പിച്ചതാണ്. അതിൻ്റെ അകത്ത് അന്ന് വരെ കേരളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുതിയ പുസ്തകങ്ങളുടെ കാര്യങ്ങൾ എപ്പോൾ തിരിച്ചറിഞ്ഞു, എവിടുന്ന് ശേഖരിച്ചു, എവിടുന്ന് സംഘടിച്ചു നമുക്കറിയില്ല. ആ പുസ്തകത്തിൻ്റെ ലിസ്റ്റിൻ്റെ അകത്ത് കൃത്യമായി കാണിച്ചിരിക്കും കവിയുടെ കാൽപ്പാടുകൾ. കവിക്കൊരു കാൽപ്പാടുണ്ടോ നമ്മളെ നിലവാണ് അറിയുന്നത്. അതുപോലുള്ള എന്തെല്ലാം കാര്യങ്ങൾ, പുസ്തകങ്ങൾ, പുതിയ പുസ്തകം. ഇന്നത്തെ പോലെ വാർത്താമാധ്യമങ്ങളും അതുപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമും ഒന്നും സജീവമല്ലായിരുന്ന കാലഘട്ടത്തിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ആ പുസ്തകത്തിൻ്റെ മേന്മ എന്താണ്, അതിൻ്റെ സാരാംശം എന്താണെന്ന് മനസ്സിലാക്കി നമ്മുടെ ലൈബ്രറിയിൽ ആ പുസ്തകം വേണമെന്ന് പറഞ്ഞു. ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, അതിനടുത്ത് ഇംഗ്ലീഷ് പുസ്തകം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ചെന്നിട്ട് റാൾഫ് ഫോക്സ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരൻ്റെ ദ നോവൽ ആൻഡ് ദ പീപ്പിൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, അത് വാങ്ങിച്ചിവിടെ വെക്കണമെന്ന് പറയുന്നുണ്ടായി. അപ്പോൾ ആരുടെ ചോദിച്ചു, സാറേ ഇംഗ്ലീഷ് പുസ്തകക്കാർ വായിക്കാനാണ്. നമ്മുടെ കുട്ടികൾ ഇന്നിവിടെ വന്ന് വായിക്കുന്ന നമ്മുടെ കുട്ടികൾ കുറേ കഴിയുമ്പോൾ അവർ ആ ഇംഗ്ലീഷ് പുസ്തകം വായിക്കുമെന്നുള്ളതാണ്. കുറേ കഴിഞ്ഞ ലിറ്ററേച്ചർ എന്നൊക്കെ പഠിക്കാൻ ചെന്നപ്പോൾ റാൾഫ് ഫോക്സിൻ്റെ ദ നോവൽ ആൻഡ് ദ പീപ്പിൾ എന്നുള്ള പുസ്തകത്തെക്കുറിച്ചൊക്കെ നമ്മൾ എത്ര ദീർഘദശത്തോടു കൂടി അദ്ദേഹം കണ്ടുവച്ചിരുന്നു എന്ന് ഓർക്കുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നത്. അങ്ങനെ നല്ല ധാരണയാണ് എല്ലാത്തിനെയും കുറിച്ച്. അദ്ദേഹം ഈ ലൈബ്രറിയെ സംബന്ധിച്ച് നമുക്കൊരിക്കലും വിസ്മരിക്കാനാവാത്ത ഒരാളാണ്. അദ്ദേഹത്തോട് അജയൻ ഇങ്ങനെ മീറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഈ ലൈബ്രറിയിൽ ഇങ്ങനെ വാർഷിക പൊതുയോഗം കൂടും, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടും. അതൊരു വലിയൊരു സംഭവമാണ്. ധാരാളം ആൾക്കാർ വരും. ഇന്നത്തെ പോലൊന്നുമല്ല. ഓരോ ലൈബ്രറിയിലെ ഓരോ പേപ്പറുകളും ആഴ്ച പതിപ്പുകളൊക്കെ ഓരോ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് വയ്യ, എനിക്ക് പറ്റത്തില്ലെന്നൊക്കെ പലരും പറയും. കുട്ടൻ സാർ അവസാനം അത് ഇടണം, ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്നുണ്ട് നമ്മുടെ അടുത്ത് പറയുന്നത്. ബാക്കിയുള്ളവർ മുഴുവൻ നീ മാതൃഭൂമി പത്രം ഇട്, മാതൃഭൂമി ആഴ്ച പതിപ്പിട്, സിനിമ ഇട്, ജനൈകം ഇട് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്.
ആ സന്ദർഭത്തിൽ ഓരോരുത്തർ എഴുന്നേറ്റ് നിന്ന് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. രാമചന്ദ്രനൊക്കെ അറിയാം, ചില കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിക്കും, പ്രകോപിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷേ മറുപടി പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും കൂടെ കൂട്ടച്ചിരിയാണ്. ആക്ഷേപിക്കാൻ വേണ്ടി പുള്ളി ഒന്നും പറയില്ല. ചോദ്യം ചോദിക്കുന്ന ആളിനെ പരിഹസിക്കുന്നതിന് വേണ്ടി ഒന്നും പറയത്തില്ല എങ്കിൽ പോലും ആ മറുപടി ഒരു വലിയ കൂട്ടച്ചിരിയിൽ അത്രമാത്രം കുസൃതി നിറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മറുപടി പറയുന്നു. അങ്ങനെ മറുപടിയിൽ സംതൃപ്തയോടുകൂടി ഇരിക്കും. പൊട്ടിച്ചിരിയോടുകൂടി സന്തോഷത്തോടെ ആരംഭിക്കുന്ന മീറ്റിംഗ് ചിരിയോടുകൂടി തന്നെ തുടരുകയും പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്ത് ചിരിയോടുകൂടി തന്നെ അവസാനിക്കുകയും ചെയ്യുന്നു. ഒരു മീറ്റിംഗ് എങ്ങനെ നടത്തണം എന്ന്, എങ്ങനെ ആൾക്കാരെ കൂടെ നിർത്തണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വലിയ പാഠങ്ങൾ എന്നെപ്പോലുള്ള ആൾക്കാർ കുട്ടൻ സാറിൽ നിന്ന് പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുട്ടൻ സാറിന് മരിക്കുമ്പോൾ 94 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ 99 വെള്ളപ്പൊക്കം എന്ന് പറയും, 1100 ആ വെള്ളപ്പൊക്കം കഴിഞ്ഞ് 5-6 മാസം കഴിഞ്ഞപ്പോൾ കുട്ടൻ സാറിനെ അമ്മ പ്രസവിച്ചു. അപ്പോൾ ആ 99 വെള്ളപ്പൊക്ക കാലഘട്ടത്തിൽ കുട്ടൻ സാറിന്റെ അമ്മ കുട്ടൻ സാറിനെ ഗർഭം ധരിച്ച ഗർഭാലസ്യത്തിലിരിക്കുകയാണ്. അത് പറഞ്ഞിട്ടുണ്ട്. 99 വെള്ളപ്പൊക്കം കഴിഞ്ഞ് എന്നെ പ്രസവിച്ചു. 99 വെള്ളപ്പൊക്കം 100 വർഷത്തിനിടയിൽ അതുപോലെ വെള്ളപ്പൊക്കം 2 പ്രാവശ്യം ഉണ്ടായിരുന്നു. 2018 ഉണ്ടായത്. ഈ 99 വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് 1924 ഇതാ 2024 ആകുമ്പോൾ 100 വർഷം തികയും. 90-92 വർഷം കഴിഞ്ഞപ്പോൾ ആ വെള്ളപ്പൊക്കം അതുപോലെ പുനരാവിഷ്കരിക്കപ്പെട്ടു. 99 വെള്ളപ്പൊക്കത്തെക്കാൾ വലിയ വെള്ളപ്പൊക്കമാണ് 2018-19 ഉണ്ടായത്. അതുമൊക്കെ അദ്ദേഹം കണ്ടു. ഒരു വെള്ളപ്പൊക്കത്തിന്റെ ആരംഭത്തിലും മറ്റൊരു വെള്ളപ്പൊക്കത്തിന്റെ അവസാനത്തിനിടയിലും ജീവിച്ച ഒരാളാണ് സാർ. ഷോപ്പനോവർ എന്ന് പറയുന്നൊരു സാഹിത്യകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോഗമുണ്ട്. 2 നിശബ്ദതകൾക്കിടയിൽ നടക്കുന്ന അസ്വാസ്ഥ്യമാണ് ജീവിതം. 2 നിശബ്ദതകൾക്കിടയിൽ നടക്കുന്ന അസ്വാസ്ഥ്യമാണ് ജീവിതം. ആ ഒരു പ്രയോഗത്തെ നമുക്ക് തിരുത്താം. 2 വെള്ളപ്പൊക്കങ്ങൾക്കിടയിൽ നടന്ന ധന്യമായ ജീവിതമാണ് കുട്ടൻ സാറിൻ്റേത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് അസ്വസ്ഥത ഉണ്ടായില്ല, ധന്യമായ ജീവിതമാണ്. അപ്പോൾ 2 വെള്ളപ്പൊക്കങ്ങൾക്കിടയിൽ നടന്ന സ്വാസ്ഥ്യമായ, സ്വസ്ഥമായ, ധന്യമായ ജീവിതമായിരുന്നു കുട്ടൻ സാറിൻ്റേത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളെ സംബന്ധിച്ച് നമ്മളെ പ്രചോദിപ്പിക്കുന്ന ആളായിരുന്നു. ഏതെല്ലാം ജോലികൾ ചെയ്തു. മണിയപ്പഞ്ചാരനൊക്കെ ഇവിടുത്തെ വീഡിയോ ആയിട്ട് മണിയപ്പഞ്ചാരൻ്റെ പുള്ളിയോട് ഒരു പ്രത്യേക താല്പര്യം കാണാൻ സാധ്യത. കാര്യം എന്തെന്ന് അറിയാവോ? മണിയപ്പഞ്ചാരൻ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായിട്ട് ഇരിക്കുമ്പോൾ ഇദ്ദേഹം വീഡിയോയാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? ആ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിക്ക് കയറുന്ന ഒരാൾ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറായിട്ട്, ജോയിൻറ്റ് രജിസ്ട്രാറായിട്ട്, അല്ലെങ്കിൽ അഡീഷണൽ രജിസ്ട്രാറായിട്ട് റിട്ടയർ ചെയ്യും. അദ്ദേഹം വീഡിയോ ആയിട്ട് 2 കൊല്ലം വരും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസറായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഗ്രാമസേവന വകുപ്പിൽ അല്ലാതെ ജോലി കയറുന്ന വേറെ ആകാൻ പറ്റുമോ? അദ്ദേഹം അരിപ്പാട് വീഡിയോ ആയിട്ടിരുന്നു, മാനന്തവാടി വീഡിയോ ആയിട്ടിരുന്നു. ഇപ്പോൾ 2 കൊല്ലം വീഡിയോ ആയിരുന്നു. ഏതെല്ലാം മേഖലകളിൽ അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് കാര്യം. അദ്ദേഹം ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല. അദ്ദേഹം ഒരിക്കലും കോൺഗ്രസ്സുകാരനായിരുന്നില്ല. അദ്ദേഹം സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുമായി അടുപ്പം കാണിച്ചിരുന്നു. ആ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുമായി അടുപ്പം കാണിച്ചതിൻ്റെ പേരിലാണ് KCS മണി CPI വെട്ടാൻ വേണ്ടി എടുക്കുന്ന തീരുമാനത്തിൻ്റെ ആലോചനയിൽ പങ്കാളിയാകാനും വെട്ടുന്ന സന്ദർഭത്തിൽ സാക്ഷ്യം വഹിക്കാനും കഴിഞ്ഞത്. അത് കഴിഞ്ഞ് KCS മണി അമ്പലപ്പുഴയിലാണ് ജീവിതകാലം കഴിച്ചു കൂട്ടിയത്. കുട്ടൻ സാർ അമ്പലപ്പുഴ അമ്പലത്തിൽ പോകും. അതിന് കാരണമുണ്ട്. അമ്പലപ്പുഴ അമ്പലത്തിലെ കാരാഴ്മയും ഊരാഴ്മയും ഉണ്ട്. അത് കാരാഴ്മ എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ സ്ഥാനികളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ കാരാഴ്മ സ്ഥാനികളുമായി ബന്ധപ്പെട്ട ഒന്ന് കുട്ടൻ സാറിൻ്റെ അച്ഛനുണ്ട്. കൊച്ചപ്പിക്കുറുപ്പ് എന്ന് പറയുന്ന കുട്ടൻ സാറിൻ്റെ അച്ഛൻ ആ സ്ഥാനികളുടെ സ്ഥാനത്തായതുകൊണ്ട് അദ്ദേഹം ഇടയ്ക്കൊക്കെ ആ അമ്പലത്തിൽ പോകുമ്പോൾ KCS മണിയെ കയറി കാണുകയും KCS മണിക്ക് 10-20 രൂപ, അന്നത്തെ 10-20 രൂപ ഇന്നത്തെ 2000-3000 രൂപയാണ് KCS മണിക്ക് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ആ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുമായിട്ട് ബന്ധമുണ്ടായിരുന്നതിൻ്റെയാണ്. അങ്ങനെ KCS മണി പലപ്പോഴും കുട്ടൻ സാറിനെ കാണുമ്പോഴാണ് സാമ്പത്തിക സഹായം ലഭിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം ധീരനായ KCS മണിക്ക് വലിയ താല്പര്യമുള്ള ആളായിരുന്നു കുട്ടൻ സാർ എന്നുള്ളതാണ്. കുട്ടൻ സാറിൻ്റെ അച്ഛൻ, അദ്ദേഹം 2 മക്കളാണ്. കൊച്ചക്കുറുപ്പിനും
കുഞ്ഞിയമ്മ എന്ന് പറയുന്ന ആ കുട്ടൻസാറിൻ്റെ അമ്മയ്ക്ക് 2 മക്കളാണ്. ഒരാൾ ബാലകൃഷ്ണൻ നായർ, അദ്ദേഹം കോളേജ് അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇനീഷ്യൽ ജി ആണ്. ജി ഗോപാലകൃഷ്ണൻ നായരും പി പുരുഷോത്തമൻ നായരും. ഞാൻ ചോദിച്ചു, ഇത് രണ്ടും ഒരച്ഛൻ്റെ ഒരമ്മയുടെ മക്കളാണ്, പക്ഷെ 2 പേർക്ക് 2 ഇനിഷ്യലാണ്. ജി ബി പിള്ള. ജി ബി പിള്ള, അത് ജി ബാലകൃഷ്ണൻ പിള്ള. അദ്ദേഹം NSS കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ടിരുന്ന ആളാണ്. അപ്പം എൻ്റെ ചോദ്യം അതല്ല, അതെങ്ങനെ ജി ബി പിള്ളയായി? ജി വന്നു, പുരുഷോത്തമൻ നായർ സാറിൻ്റെ ഇനിഷ്യൽ എന്താ പി ആണ്. പിന്നീട് അറിഞ്ഞു, അന്ന് സ്കൂളിൽ ചേർക്കാൻ പോയപ്പോൾ അമ്മാവന്മാരുടെ പേര് വെച്ച് ചേർക്കുന്നൊരു സ്വഭാവമുള്ള കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇനിഷ്യൽ ജി ആയെന്നാണ് പറയുന്നത്. അദ്ദേഹം NSS കോളേജിൻ്റെയൊക്കെ പ്രൊഫസറായി പ്രിൻസിപ്പളായിട്ടിരുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് താമസിച്ചു. തിരുവനന്തപുരത്ത് തന്നെ നിന്നിരുന്നെങ്കിൽ അദ്ദേഹം ഒരുപക്ഷേ വലിയൊരു സംഗീതജ്ഞനായിട്ടോ രാഷ്ട്രീയക്കാരനായിട്ടോ അല്ലെങ്കിൽ അഭിനേതാവായിട്ടോ ഒക്കെ അദ്ദേഹം മാറുമായിരുന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത്, കോൺഗ്രസ്സുകാരനല്ല, കോൺഗ്രസ്സുകാർക്ക് അദ്ദേഹത്തെ വലിയ താല്പര്യമാണ്. കമ്മ്യൂണിസ്റ്റുകാരനല്ല, കമ്മ്യൂണിസ്റ്റുകാർക്ക് അദ്ദേഹത്തെ വലിയ താല്പര്യമാണ്. ഈ അടുത്തൊരു സംഭവം, ഇങ്ങനെ കുട്ടൻസാർ മരിച്ചപ്പോൾ ഞാനിങ്ങനെ കുട്ടൻസാറിൻ്റെ വീട്ടിൽ ഞാൻ പോയി. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇവരെല്ലാം കൂടെ വിളിച്ച് പറഞ്ഞു. അപ്പം ഞാൻ ചെന്നപ്പോൾ അടക്കമെല്ലാം കഴിഞ്ഞു. അപ്പോൾ മൂത്ത മകൻ ഹരിയുണ്ട്. ഹരി എൻ്റെ സീനിയറായിട്ട് പഠിച്ചതാണ്. അമ്പിളി എൻ്റെ ജൂനിയറായിട്ടും പഠിച്ചതാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. ഓരോ കാര്യം പറഞ്ഞു വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛനെ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു, എല്ലാ രാഷ്ട്രീയക്കാർക്കും. ഗൗരിയമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു, TVക്ക് ഇഷ്ടമായിരുന്നു, MD ചന്ദ്രസേനന് ഇഷ്ടമായിരുന്നു, ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്ക് ഇഷ്ടമായിരുന്നു, VSന് ഒരു വലിയ ഇഷ്ടമായിരുന്നു. അതിൻ്റെ കഥ പറഞ്ഞത്, ഒരു ദിവസം വൈകുന്നേരം നമ്മൾ 2 മഹാന്മാരും തിരുവനന്തപുരത്ത് സ്ഥിരതാമസമുണ്ട്, നിങ്ങൾക്കറിയായിരിക്കും. ഒന്ന് നമ്മുടെ ശശിയാണ്, മരുത്വ ഫാർമയുടെ MD ആയിട്ടിരിക്കുന്ന ബോംഗോ ശശി എന്നും തബൽ ശശി എന്നൊക്കെ വിളിക്കപ്പെടുന്ന ശശി. മറ്റൊന്ന് ആർട്ടിസ്റ്റ് രാജേന്ദ്രനാണ്. 2 പറവൂരുകാരാണ്, 2 പേരും തിരുവനന്തപുരത്ത് താമസമാണ്. ഒരു വൈകുന്നേരം ആവുമ്പോൾ നടക്കാനാണ് എവിടെ നടന്നു പോകുന്നത്. നടന്ന് ഇങ്ങനെ അന്ന് VS കന്റോൺമെൻറ്റ് ഹൗസിലെ പ്രതിപക്ഷ നേതാവിരിക്കുന്ന സ്ഥലം നടന്നു പോകുമ്പോൾ അവർ ചെന്ന് ഈ അരുണുമായിട്ട് അടുപ്പമുള്ളത് കൊണ്ട് VSൻ്റെ വീട്ടിൽ കയറും. VS ഇങ്ങനെ വലിയ ഗൗരവത്തിൽ ഇങ്ങനെ ഇരിക്കും. ഇവർ ചെല്ലും, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറയും. ഇടയ്ക്കിടയ്ക്ക് VS എന്താണെന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഇവരൊരു ദിവസം പോകുന്ന സന്ദർഭത്തിൽ കുട്ടൻസാറിൻ്റെ മൂത്ത മകൻ ഹരി എഞ്ചിനീയറാണ്, തിരുവനന്തപുരത്താണ്. ഹരിയെ കണ്ടു. അവർ 2 പേരും കൂടെ ഹരിയെ ബലമായി നിർബന്ധിച്ച് VSൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പം അതുപോലെ VS ഇവരെ സ്വീകരിച്ചു. വലിയ ഗൗരവത്തിൽ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഗൗരവത്തിന് യാതൊരു അയവുമില്ല, ഇങ്ങനെ പ്രൗഢഗംഭീരമായിട്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഏതാ ഈ പയ്യൻ? അന്ന് അവർ പറഞ്ഞു, നമ്മുടെ കുട്ടൻസാറിൻ്റെ മോനാണ്. VSൻ്റെ മുഖത്ത് മഴവില്ല് വിരിഞ്ഞതുപോലൊരു ചിരി. കുട്ടൻസാറിൻ്റെ മോനാണോ? ബസുമതി, നമ്മുടെ കുട്ടൻസാറിൻ്റെ മോൻ വന്നിരിക്കുന്നു, ചായയും കാപ്പിയൊക്കെ എടുക്ക് എന്ന് പറഞ്ഞ് ആ അന്തരീക്ഷം ആകെ അങ്ങ് അയഞ്ഞ് ഇവരെന്നെ അത്ഭുതപ്പെട്ടുപോയി. എന്താ കാര്യം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിമോചന സമരം നടക്കുന്നതിന് മുമ്പ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ പാർട്ടി തീരുമാനിച്ച് ഈ കേരള കയർ മാറ്റ്സ് ആൻഡ് ബാറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിട്ട് നിയമിച്ചത് അന്ന് VS ജില്ലാ സെക്രട്ടറിയാണ്. CPMൻ്റെ CPIയുടെ ജില്ലാ സെക്രട്ടറിയാണ്. ആ ബഹുമാനം ആദരവ് പരസ്പരം ഉണ്ടായിരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞത്, ബസുമതി കുട്ടൻസാറിൻ്റെ മോൻ വന്നിരിക്കുന്നു, നീ ചായയും കാപ്പിയൊക്കെ എടുക്കുമെന്ന് പറയും. ഞാൻ പറഞ്ഞു വന്നത്, ഇത്രമാത്രം വ്യക്തിബന്ധം എല്ലാവരുമായി അദ്ദേഹം സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. ഞാൻ അതാ പറഞ്ഞത്, എൻ്റെ മനസ്സിലിപ്പോഴും വർഷം കുറയായി, 65-ലാണ് എൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ 10-58 7 വയസ്സ് 8 വയസ്സുള്ളപ്പോൾ ഈ സ്കൂളിൽ പോകുന്ന സന്ദർഭത്തിലാണ് ഈ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ നിന്നും ശരീരത്തിൽ നിന്നും പ്രസരിച്ചിരുന്ന സുഗന്ധം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ടോ എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമാണ്. കാരണം ഈ ഗന്ധത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഗന്ധം ഒരിക്കലും നമ്മളെ വിട്ടുപിരിയത്തില്ല. നമ്മൾ മാധവിക്കുട്ടിയുടെ പുസ്തകമൊക്കെ വായിക്കുന്ന സന്ദർഭത്തിൽ ഗന്ധത്തെക്കുറിച്ച്, മണത്തെക്കുറിച്ച്, സുഗന്ധത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്നത് മാധവിക്കുട്ടിയാണ്. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, മാധവിക്കുട്ടി പറയുന്നു, ഈ ചെമ്പകം പൂക്കുന്ന മണമടിക്കുമ്പോൾ തായമ്പക കൊട്ടുന്നവർ എനിക്ക് തോന്നുന്നു.
ലോകത്താദ്യമായിട്ടാണ് ഒരു സാഹിത്യകാരി അല്ലെങ്കിൽ ഒരു സാഹിത്യകാരൻ ഗന്ധത്തെ ശബ്ദമായി, ഗന്ധം മൂക്കിലൂടെ ലഭിക്കുന്നു, ശബ്ദം ചെവിയിലൂടെ ശ്രവിക്കുന്നു. അപ്പോൾ മൂക്കിലൂടെ വരുന്ന ഗന്ധത്തെ ചെവിയിലൂടെ വരുന്ന, കേൾക്കുന്ന, വലിച്ചെടുക്കുന്ന, സാംശീകരിക്കുന്ന, കിട്ടുന്ന ശബ്ദമായി മാറ്റിയെടുത്തുകൊണ്ട് ലോകത്താരെങ്കിലും എന്തെഴുതുന്നത് അതേക്കുറിച്ച് മാത്രമാണ്. അപ്പോൾ അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ മറക്കത്തില്ല. അതിങ്ങനെ വളരെ ഗവേഷണം നടത്താനുള്ള കാര്യമാണ്. ഗന്ധത്തെ ശബ്ദമായിട്ട്, ആ മണം ശബ്ദമായി പായുന്നു. അതുപോലെ തന്നെ ഈ ചെമ്പകം പൂക്കുമ്പോൾ അത് തായമ്പകയായിട്ട്, പനിനീർപ്പൂവിൻ്റെ മണം കേൾക്കുമ്പോൾ എനിക്കത് വീണാനാദമായി തോന്നുന്നു. വേറെ ചില പുഷ്പങ്ങൾ കാണുമ്പോൾ ജലതരംഗം, വെള്ളം ഇങ്ങനെ പാത്രത്തിൽ വെച്ച് തട്ടി ശബ്ദമുണ്ടാക്കുന്ന ജലതരംഗത്തിൻ്റെ ശബ്ദമായി കേൾക്കുന്നു എന്ന് പറയുന്നത് ആ ഗന്ധം നൽകുന്ന സ്വാധീനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്ന് പറഞ്ഞ പോലെ കുട്ടൻ സാറ് ഈ നമ്മുടെ ഈ വഴിയിലൂടെ പ്രസരിപ്പിച്ച് കടന്നുപോയ ആ സുഗന്ധം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്, എൻ്റെ ഉള്ളിലുണ്ട്. ആ ഗന്ധം മറ്റൊരു രീതിയിൽ പരോപകാരമായി, സ്നേഹമായി, ലാളനയായിട്ടൊക്കെ നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി മരിക്കുന്ന നിമിഷം വരെ അത് കൊടുത്തുകൊണ്ടിരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് സന്തോഷകരമായൊരു കാര്യമാണ്. ഈ ലൈബ്രറിക്ക് ഏകദേശം ഒരു 70 വർഷക്കാലത്തോളം, 1-2 70 വർഷക്കാലത്തോളം വൈസ് പ്രസിഡൻ്റായും വൈസ് പ്രസിഡൻ്റായിരിക്കുമ്പോൾ പ്രസിഡൻ്റ് ജോലി കൂടെ ചെയ്യും, പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോൾ കമ്മിറ്റി അംഗങ്ങളുടെയും സെക്രട്ടറിയുടെ ജോലി കൂടെ ചെയ്യും. ഇതൊക്കെ ചെയ്ത് സദാസമയവും ഒറ്റയ്ക്കാണെങ്കിൽ മൂളിപ്പാട്ട് പാടി കൈയൊക്കെ ഇങ്ങനെ കുടഞ്ഞ് പരിചയമുള്ളവരെ കാണുമ്പോൾ എന്താ 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 എന്നൊക്കെ ആവർത്തിച്ച് എന്താ 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 സത്യമല്ല ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ച് പോകുന്ന കുട്ടൻ സാറിനെ ഞാൻ അവസാനമായി കാണുന്നത് നമ്മുടെ ലൈബ്രറിയുടെ പഴയ സെക്രട്ടറി രഘുവരൻ മങ്കൻപിള്ള എന്ന് പറയുന്നത് സത്യഭാൻ്റെ അടുത്ത് താമസിക്കുന്നതാണ്. പുള്ളി മരിച്ചു പോയപ്പോൾ ഞാൻ വന്നിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് കമ്പനിയിൽ ഇരുന്നിട്ടുണ്ട്. പിന്നെ വരാൻ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മോൾ എൻ്റെ ഒരു കുട്ടിയാണ്, ഞാൻ പഠിപ്പിച്ചൊരു കുട്ടിയാണ്. ആ കുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് മാവേലിക്കര MLA M മുരളിയുടെ അനിയനാണ്. അപ്പോൾ MLA വിളിച്ച് പറഞ്ഞു ഇങ്ങനൊരു മരണമുണ്ടായിരുന്നു. ഞാനൊന്ന് അവിടെ വന്നപ്പോൾ MLA അടക്കമുള്ള ധാരാളം ആൾക്കാരിക്കുമ്പോൾ കുട്ടൻ സാർ അവിടെ വന്ന് എന്നെ കണ്ടവരുടെ ഓടി വന്ന് തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു കഷ്ടമായി പോയി കേട്ടോ. ഞാൻ വിചാരിച്ച് പങ്കൻ സാർ മരിച്ചു പോയത് കഷ്ടമായി പോയെന്നാണ്. ഞാൻ പറഞ്ഞു ശരിയാണ്, കഷ്ടമായിപ്പോയി. അതല്ല ഞാൻ പറഞ്ഞത്, താനിവിടുന്ന് പോയത് കഷ്ടമായി പോയെന്നാണ് ഞാൻ പറഞ്ഞത്. നല്ല കാര്യം കൊണ്ടാണ് ഞങ്ങളെയൊക്കെ വിട്ടിട്ട് പോകേണ്ടത്, കഷ്ടമായിപ്പോയി, ഞങ്ങളെയൊക്കെ വിട്ടിട്ട് പോകേണ്ടി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് തോളത്തൊരു അടിയൊക്കെ അടിച്ച് എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ഒരു കോംപ്ലിമെൻ്റ് പോലെ, പല ആൾക്കാരെ മുന്നിൽ വെച്ചൊരു കോംപ്ലിമെൻ്റ് പോലെ ഇത് പോകാൻ പാടില്ലായിരുന്നു എന്ന് പറയുകയും ചെയ്തത് ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയും ചെയ്യുകയാണ്. എൻ്റെ അച്ഛനുമായി നല്ല അടുപ്പമുണ്ടായിരുന്നു. അല്ലാതെ തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളുടെ പ്രായത്തിൽ വളർന്നു വന്നതുകൊണ്ട് തന്നെ കുട്ടികളോട് ഉള്ള താല്പര്യം, കുട്ടികളോടുള്ള ഒരു സ്നേഹത്തിൻ്റെ ഫാദർ എന്നുള്ള നിലയിൽ തന്നെ അദ്ദേഹം പെരുമാറിയിട്ടുണ്ട്. അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്നു. സംഗീതത്തെക്കുറിച്ച് മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും കേരളത്തിലെ മിക്കവാറുമുള്ള സാഹിത്യകാരന്മാരുമായി രാഷ്ട്രീയക്കാരുമായി അടുപ്പം, തകടിച്ചേട്ടുമായിട്ടൊക്കെ നല്ല അടുപ്പമുണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ പ്രമുഖരായ കോൺഗ്രസ് അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ആൾക്കാരുമായിട്ടൊക്കെ അടുപ്പമുണ്ടായിരുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ചരിത്രരേഖയായി ആരെങ്കിലും എഴുതിയിരുന്നെങ്കിൽ അതിലകത്ത് നിർണായകമായ പങ്കുവഹിക്കുകയും ഒരു പക്ഷേ ഭാഗ്യമില്ലായിരുന്നു എങ്കിൽ കേരളത്തിലെ ദിവാനെ, തിരുവിതാംകൂറിലെ ദിവാനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ഗൂഢാലോചനയിൽ പങ്കെടുത്ത, നേരത്തെ പറഞ്ഞല്ലോ ബറോഡ ഡൈനാമിറ്റ് കേസിൽ പണ്ട് റെയിൽവേ മന്ത്രിയായിരുന്ന ജോർജ് ഫെർണാണ്ടസ് 20 വർഷമാണ് അകത്ത് കിടന്നത്. ഗൂഢാലോചന നടത്തിയതാണ്. ആ ഗൂഢാലോചനയുടെ ഭാഗം വരെ പുറത്തു വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കിടന്ന് വർഷങ്ങളോളം മുരടിക്കാമായിരുന്ന ഒരു ജീവിതമാണ് നമ്മളുടെയൊക്കെ ധന്യമായ, നമ്മളുടെയൊക്കെ അനുഗ്രഹം എന്നുള്ള നിലയിൽ അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് സന്തോഷകരമായൊരു കാര്യമായി ഞാൻ കണക്കാക്കുന്നു. അദ്ദേഹത്തിൻ്റെ 2ാം ചരമ ദിനാചരണത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്താനും, കഴിഞ്ഞ വർഷവും ഇതുപോലെ നിങ്ങൾ പരിപാടി നടത്തിയിരുന്നു. ആദർശനാണ് സംസാരിച്ചു തോന്നുന്നല്ലേ? ആദർശനായിരുന്നു സംസാരിച്ചു തോന്നുന്നു, ഞാനിങ്ങനെ കേട്ടിരുന്നു. അത് അങ്ങനെ നടത്താനും അതോടൊപ്പം തന്നെ നിങ്ങൾ എന്നെ ഇവിടെ വിളിക്കാനും കഴിഞ്ഞതിലും സാധിച്ചതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്.
കുട്ടസാറിനെ കുറിച്ച് ഇത്രയും കാര്യം തന്നെ മനസ്സിലുണ്ട്. ഞങ്ങളുടെ കരട് പറയാനാ. മാവേലിക്കലിൽ ആരെങ്കിലും വിളിച്ച് കുട്ടസാറിനെ കുറിച്ച് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുന്ന ഇവിടെ തന്നെ. അങ്ങനെ ഇവിടെ പറയാൻ പറ്റുന്ന, ഇവിടെ അറിയിക്കാൻ പറ്റുന്ന ഈ കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചതും ഞാൻ കടന്നുപോയതും എൻ്റെ മനസ്സിലൂടെ പോയിട്ടുള്ളതും എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതുമായ കാര്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ ആദ്യമായി അഭിനയിച്ച ഈ നാടകമൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. തുമ്പയും തൂമ്പയും ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല, കാരണം നമ്മളാരും ജനിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആ കുട്ടസാർ ഇവിടെ ആ ഒരു പാരമ്പര്യത്തിൽപ്പെട്ട് ധാരാളം ആൾക്കാരിവിടെ പിന്നീട് ഈ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് വരികയുണ്ടായി. ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഗ്രന്ഥശാല പ്രസ്ഥാനം അല്ലെങ്കിൽ ലൈബ്രറി പ്രസ്ഥാനം ഈ ആധുനിക സംവിധാനങ്ങളും സങ്കേതങ്ങളും ഒക്കെ വന്നപ്പോൾ അത് മുരടിക്കുന്നുണ്ടോ മരവിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പലർക്കുമുണ്ട്. ഒരു സംശയം വേണ്ട, അത് മുരടിക്കത്തില്ല എന്നുള്ളതാണ്. ലൈബ്രറി എന്ന് പറഞ്ഞാൽ എന്താ? കുറേ അധികം പുസ്തകങ്ങൾ എടുത്തു വെക്കുകയും ആ പുസ്തകങ്ങൾ മറ്റുള്ളവർക്ക് വായിക്കാൻ കൊടുക്കുകയും ചെയ്തൊരു സങ്കേതം എന്നുള്ള അർത്ഥത്തിൽ നിന്ന് ഒരുപാട് മാറി. അതൊരുപാട് മാറി ഇന്ന് ഒരു മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിൽ സാങ്കേതികമായി വ്യാവഹാരികമായി അവൻ എന്തെല്ലാം ആവശ്യമുണ്ടോ അതിനെല്ലാം സഹായിക്കുന്ന പ്രസ്ഥാനമായി. ഓൺലൈനിൽ റേഷൻ കാർഡ് എടുക്കാനാണെങ്കിലും ജന്മ സർട്ടിഫിക്കറ്റ് എടുക്കാനാണെങ്കിലും ജനനമരണ സർട്ടിഫിക്കറ്റ് എടുക്കാനാണെങ്കിലും മറ്റ് കാര്യങ്ങൾക്കാണെങ്കിലും അതിനൊക്കെ കൂടി ലൈബ്രറി പ്രസ്ഥാനം സഹായകരമാകുന്ന രീതിയിലേക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തോട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, കഴിഞ്ഞ ഒരു 10-35 വർഷക്കാലത്തിന് മുമ്പ് ഇവിടെ ഇങ്ങനെ ഈ മനുഷ്യ ചങ്ങല ഉണ്ടാക്കിയ സന്ദർഭത്തിൽ ആ കാലഘട്ടത്തിലാണ് അമേരിക്കയിൽ ഇങ്ങനെ ഒരു വലിയ പ്രക്ഷോഭം നടക്കുകയുണ്ടായി. ആ പ്രക്ഷോഭം ഇതുമായി ബന്ധപ്പെട്ടതല്ല. ആ പ്രക്ഷോഭത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിയറ്റ്നാം യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമായതുകൊണ്ട് അമേരിക്കൻ ബഡ്ജറ്റിലെ ലോകത്തെ ഏറ്റവും വലിയ ലൈബ്രറിയാണ് അമേരിക്കൻ നാഷണൽ ലൈബ്രറി എന്ന് പറയുന്നത്. അമേരിക്കൻ നാഷണൽ ലൈബ്രറി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറിയിലെ ഒരു വർഷം പുസ്തകങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി, ജീവനക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അതിൻ്റെ കാര്യങ്ങൾ വിനിയോഗിക്കുന്നതിന് വേണ്ടി വലിയൊരു തുക അമേരിക്കൻ ബഡ്ജറ്റിൽ നിന്നും എല്ലാ വർഷവും കൊടുക്കാറുണ്ടായിരുന്നു. യുദ്ധത്തിന് കൂടുതൽ പണം ചെലവാകുന്നത് കൊണ്ട് ആ ബഡ്ജറ്റ് വെട്ടിക്കുറച്ചപ്പോൾ യൂണിവേഴ്സിറ്റികളിലെ ചെറുപ്പക്കാർ കുട്ടികളെല്ലാം രംഗത്തിറങ്ങിയിട്ട് പറഞ്ഞു, വി വാണ്ട് ബുക്സ്, ഞങ്ങൾക്ക് പുസ്തകം ആവശ്യമുണ്ട്, നോട്ട് ബോംബ്സ്. ഞങ്ങൾക്ക് ബോംബല്ല, വിയറ്റ്നാമിലിടുന്ന ബോംബല്ല ഞങ്ങൾക്ക് വേണ്ട പുസ്തകമാണെന്ന് പറഞ്ഞ് പ്രക്ഷോഭം നടത്തി. അന്ന് പറഞ്ഞ ഉദാഹരണമാണ് അമേരിക്കൻ നാഷണൽ ലൈബ്രറിയിലെ പുസ്തകം വെച്ചിരിക്കുന്ന ഷെൽഫുകൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ ചെറുപ്പക്കാർ പിടിച്ച മനുഷ്യച്ചങ്ങലയേക്കാൾ നീളമുണ്ട്. 800-850 കിലോമീറ്റർ നീളത്തിൽ അമേരിക്കൻ ലൈബ്രറിയിലെ ഷെൽഫുകൾ അടുക്കി വെക്കാൻ പറ്റുമെന്നൊരു വാർത്ത കേട്ടാൽ ഇന്നിപ്പോൾ അതിന് കാര്യമില്ല. ഈ 800 കിലോമീറ്റർ നീളത്തിൽ നീട്ടിവെക്കുന്ന ഷെൽഫിൽ സൂക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ 1-2 പെൻഡ്രൈവിലോ 1-2 കമ്പ്യൂട്ടറുകളാക്കി മാറ്റാൻ പറ്റുന്ന സംവിധാനം ഉണ്ടായി മാറിയിരിക്കുന്നുള്ളതാണ്. പക്ഷേ പുസ്തകം ഒരിക്കലും മരിക്കുന്നില്ല എന്നുള്ളതാണ്. പുസ്തകം മരിക്കുന്നില്ല, നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പല രീതിയിൽ. ഒരു കാലഘട്ടത്തിൽ ലൈബ്രറി എന്ന് പറയുന്നത് പുസ്തകം വാങ്ങാൻ വരികയോ വായിക്കാൻ വരുന്നതൊക്കെ കൊടുക്കുക എന്നുള്ളതല്ല. പറവൂർ പബ്ലിക് ലൈബ്രറി ഒരു ഉത്തമ മാതൃകയായി പല കാര്യങ്ങളും ചെയ്യുന്നു എന്നറിഞ്ഞതിൽ ഈ ലൈബ്രറിയുടെ പഴയകാല പ്രവർത്തകനും ആദ്യകാല ആയുഷ്കാല അംഗം എന്നത് എനിക്ക് വളരെ അഭിമാനമുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പുസ്തകം ഉണ്ടാക്കുകയും പുസ്തകം വായിക്കുകയും ചെയ്യപ്പെടുന്ന ആൾക്കാർ ഇന്ത്യയിലാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പൗലോ കൊയ്ലോയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ അടുത്ത കാലത്തൊരു സംഭവം ഉണ്ടായി. തൃശ്ശൂരിലെ ഒരു ഓട്ടോറിക്ഷയുടെ പേരെന്തെന്നറിയാവോ? ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന നോവൽ എഴുതിയ പൗലോ കൊയ്ലോയുടെ പേരെഴുതിയ വായിച്ചിരുന്നത്. തൃശ്ശൂരെ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ഓട്ടോ കിടക്കുന്നു. ഓട്ടോയുടെ പേരെന്താ അറിയാം? പൗലോ കൊയ്ലോ. ആരാ പൗലോ കൊയ്ലോ? അദ്ദേഹം ഒരു നോവലിസ്റ്റാണ്, ജീവിച്ചിരിക്കുന്ന നോവലിസ്റ്റാണ്. അദ്ദേഹം എഴുതിയ പുസ്തകം ആൽക്കമിസ്റ്റ്. ഉണ്ണിക്ക് അതറിയാമല്ലോ ആൽക്കമിസ്റ്റ്. ആൽക്കമിസ്റ്റ് എന്ന് അറിയില്ല ആൽക്കമിസ്റ്റ്. ആ പുസ്തകം എഴുതിയത് പൗലോ കൊയ്ലോയാണ്. അപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് ഇട്ടിരിക്കുന്ന പേരാണ് പൗലോ കൊയ്ലോ എന്ന് ഓട്ടോറിക്ഷയ്ക്ക് പേരിട്ടിരിക്കുന്നത്. അയാൾ അറിഞ്ഞത് അയാൾ ട്വീറ്റ് ചെയ്തു, ട്വിറ്ററിൽ എഴുതി, ഞാൻ വളരെയധികം സന്തോഷവാനാണ്. എൻ്റെ നാട്ടിൽ ഒരു ഓട്ടോറിക്ഷയ്ക്കാണ്, ഓട്ടോറിക്ഷ ഇല്ല, അത് മറ്റൊരു കാര്യം. ഒരു സ്ഥാപനത്തിന്, ഒരു വാഹനത്തിന് എൻ്റെ പുസ്തകത്തിൻ്റെ പേരോ എൻ്റെ പേരോ ഇല്ല. മലയാളികൾ, ഇന്ത്യക്കാർ, തെക്കേ ഇന്ത്യക്കാർ പുസ്തകം വായിക്കുന്നത് എത്രമാത്രം മിടുക്കരാണ് എന്നുള്ള ഭാഗം അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ബ്രിട്ടനിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന നോവലിസ്റ്റ് ഉണ്ട്, ജെഫ്രി ആർച്ചർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ജെഫ്രി ആർച്ചർ, 80 വയസ്സ്.
ഈ ഡിവിഷൻ ജീവിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പുതിയ പുസ്തകം പേര് കേട്ടപ്പോൾ പേടിച്ചു പോകും. ഓവർ മൈ ഡെഡ് ബോഡി. പുസ്തകത്തിൻ്റെ പേരാണ് ഓവർ മൈ, എൻ്റെ ശവശരീരത്തിന് പുറത്ത് പുസ്തകത്തിൻ്റെ പേരാണ്. ആ പുസ്തകം അച്ചടി തീർന്നിരിക്കുന്നു. അദ്ദേഹത്തിന് ഇന്ത്യയിൽ വെച്ച് പ്രസിദ്ധീകരിക്കണമെന്നും ഇന്ത്യൻ മാർക്കറ്റിൽ ഈ പുസ്തകം കൊണ്ടുവരണമെന്നും ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഓവർ മൈ ഡെഡ് ബോഡി എന്ന് പറയുന്ന പുസ്തകം കൊണ്ടുവരണമെന്നും അത് ഇന്ത്യൻ മാർക്കറ്റിൽ കൊണ്ടുവരണമെന്നും ജെഫ്രി ആർച്ചർ എന്ന് പറയുന്ന ബ്രിട്ടനിൽ എപ്പോഴും ജീവിച്ചിരിക്കുന്ന നോവലിസ്റ്റ് ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പുസ്തകത്തോട് നമുക്ക് എന്തുമാത്രം താല്പര്യമുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ലൈബ്രറി എന്ന് പറയുന്നത്, ഗ്രന്ഥശാല എന്ന് പറയുന്നത് AD 4-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുവിന് ശേഷം 4-ാം നളന്ദ സർവകലാശാലയിലൊക്കെയാണ് ലൈബ്രറി ഉണ്ടായിരുന്നു. മെഗസ്തനീസിനെ പോലുള്ള ആൾക്കാർ വന്നപ്പോൾ അവിടെ മാനുസ്ക്രിപ്റ്റുകൾ, കയ്യെഴുത്ത് പ്രതികൾ സൂക്ഷിച്ചിരുന്നു നളന്ദ സർവകലാശാല. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് വന്നു. 1860-ൽ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടു കൂടി കൽക്കട്ട ലൈബ്രറി ആരംഭിച്ചു. കൽക്കട്ട ലൈബ്രറി വലിയ ലൈബ്രറിയാണ്. ലോകത്തിലെ ഏറ്റവും ലൈബ്രറി ഒന്നാണ് കൽക്കട്ട ലൈബ്രറി എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടി ആരംഭിച്ചെന്നറിയാവോ? അത് ബ്രിട്ടീഷുകാർക്ക് പുസ്തകം വായിക്കാൻ വേണ്ടി ഉണ്ടായതാണ്. ബ്രിട്ടീഷുകാർക്ക് പുസ്തകം വായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ലൈബ്രറിയാണ് കൽക്കട്ട ലൈബ്രറി എന്ന് പറയുന്നത്. ഏകദേശം 1906 കൂടി ബറോഡ രാജാവായിരുന്ന സെയ്ഖ് റാവു ഗൈവാക്കർ എന്ന് പറയുന്ന ഒരു രാജാവാണ് ലൈബ്രറി പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ ആധികാരികമായി തുടക്കം കുറിച്ചത് എന്ന് രൂപീകരിക്കപ്പെടും. അദ്ദേഹം ഒരു വലിയ ലൈബ്രറി ഉണ്ടാക്കി. ഇന്ത്യയിൽ പല യൂണിവേഴ്സിറ്റികളിലും ലൈബ്രറികൾ വലിയ പ്രസ്ഥാനമായി മാറുകയുണ്ടായി. ലിബർ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വാക്കിൽ നിന്നാണ് ലൈബ്രറി എന്ന് പറയുന്ന വാക്കുണ്ട്. ലിബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്സ് എന്നാണ് ലിബർ. അതുണ്ടായ ഒരു ഭാഗമാണ്. കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിന് ബീജാപാപം നടത്തിയതിലെ നമ്മൾ PN പണിക്കരെ, ഞാൻ അദ്ദേഹവുമായിട്ട് കുറച്ച് അടുത്ത് പെരുമാറിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കാൻഫെഡിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഒന്നിൻ്റെ ക്യാമ്പിലൊക്കെ പങ്കെടുക്കാനും ക്ലാസ് എടുക്കാനും ഒക്കെ പോയി എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് അടുപ്പമുണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. നടക്കാനും വയ്യ, കനത്ത ചുമയുണ്ടെങ്കിലും കാൻഫെഡ് ലൈബ്രറി പുസ്തകം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അവസാന ശ്വാസം വലിക്കുന്നതുവരെ ഇതും കൊണ്ട് നടന്ന് കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തെ അദ്ദേഹം കൂട്ടിയോജിപ്പിച്ചു എന്നുള്ള ഒരു വലിയ അത്ഭുതകരമായ കാര്യമാണ്. കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിന് ഇങ്ങനെയൊക്കെയാണെങ്കിലും ലൈബ്രറി പ്രസ്ഥാനം കേരളത്തിൽ ആരംഭിച്ചപ്പോൾ ഉദ്ഘാടനം കുറിച്ചത് കുട്ടൻ സാറും KSS മണിയും കൂടെ വെട്ടാൻ തീരുമാനിച്ച CP രാമസ്വാമി അയ്യരായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. CP രാമസ്വാമി അയ്യരാണ് കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെയും ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെയും ഉദ്ഘാടനം നടത്തിയത്. ആ CP ആണ് നമ്മുടെ ഉപദേഷ്ടാവും ഒക്കെ ആയിരുന്ന ആൾ വെട്ടാൻ നടന്നത് എന്നുള്ള ഒരു വൈരുദ്ധ്യാത്മകത ഞാൻ ചൂണ്ടിക്കാണിച്ചു. അറിഞ്ഞുകൊണ്ടല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ലൈബ്രറി പ്രസ്ഥാനം എന്ന് പറയുന്നത് അറിവെന്തുമാത്രം വളർന്നാലും എവിടെയെല്ലാം പോയാലും പുസ്തകം, നേരത്തെ പറഞ്ഞ പോലെ വിശക്കുന്ന മനുഷ്യ, ഹംഗ്രി മാൻ, ഗോ ഫോർ ദ ബുക്ക്, ടേക്ക് ഫോർ ദ ബുക്ക് എന്നല്ല, ഗോ ഫോർ ദ ബുക്ക്, ഇറ്റ് ഇസ് ദ വെപ്പൺ, ഇതൊരു ആയുധമാണ് എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ ലൈബ്രറി പ്രസ്ഥാനത്തിലൊക്കെ നിലനിൽക്കട്ടെ എന്നും ഈ ലൈബ്രറി പ്രസ്ഥാനം അതിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായിരുന്ന ആൾക്കാരെ ഓർക്കാനും അതിനുവേണ്ടി സദാസമയം ചെലവഴിക്കാനും ചെറുപ്പക്കാരായ ഒരു കൂട്ടം ആൾക്കാർ, ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. വള്ളത്തോളും അതുപോലെ തന്നെ ധാരാളം പ്രഗത്ഭരായ ആൾക്കാർ കൈയെഴുത്ത് നടത്തിയൊരു സന്ദർശക ഡയറി ഈ ലൈബ്രറിയിലുണ്ട്. ഓരോ ദിവസം ചെല്ലുന്തോറും അതിങ്ങനെ പഴക്കം വന്ന് അതിൻ്റെ താളുകൾ ഇങ്ങനെ കുറേ കഴിയുമ്പോൾ പപ്പടം പോലെ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കുറേ വർഷം കഴിയുമ്പോൾ നമുക്കത് നഷ്ടപ്പെട്ടു പോകും. നമ്മൾ എന്ത് ചെയ്യണം? അത് ഡിജിറ്റലൈസ് ചെയ്ത് ഫോട്ടോ കോപ്പി എടുത്ത് ആ സാധനം ഈ ലൈബ്രറി ഒരു അസറ്റായിട്ട് സൂക്ഷിച്ച് വെക്കേണ്ടിയിരിക്കുന്നു. വള്ളത്തോളിൻ്റെ കൈപ്പട, ജി ശങ്കരൻ, ശരിയല്ല ഞാൻ പറയുന്നത്, ജി ശങ്കരക്കുറുപ്പിൻ്റെ കൈപ്പട, കെ ബാലകൃഷ്ണൻ്റെ കൈപ്പട. ഞാനത് പറയാൻ കാര്യം, കെ ബാലകൃഷ്ണൻ ലൈബ്രറി വന്നപ്പോൾ അദ്ദേഹം അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കണം, എൻ്റെ ചുറ്റും നിൽക്കുന്ന ചെറുപ്പക്കാർ, എൻ്റെ ചുറ്റും നിൽക്കുന്ന ചെറുപ്പക്കാർ, ഓർമ്മയിൽ നിന്ന് 19 കൊല്ലത്തെ ഓർമ്മയിൽ നിന്ന് ഞാൻ, എൻ്റെ ചുറ്റും നിൽക്കുന്ന ചെറുപ്പക്കാർ. അന്ന് ചെറുപ്പക്കാരൊക്കെയാ? അന്ന് ചെറുപ്പക്കാരെന്ന് ഞാനല്ല, ഞങ്ങളെ സത്യപാലൻ കാണുന്നില്ല. അന്ന് രാവണൻ, നമ്മുടെ രാമേന്ദ്രൻ എന്ന് പറയുന്ന, രാവണൻ എന്ന് വിളിക്കപ്പെടുന്ന രാമേന്ദ്രൻ, അവരെ അവിടെ
ഇവിടെ പൂനേന്ദ്രൻ തയ്യക്കാരനായിരുന്നു പൂനേന്ദ്രൻ ചേട്ടൻ, അതുപോലെ നമ്മുടെ ശങ്കരപ്പിള്ള അടക്കമുള്ള പഴയ ആൾക്കാരാണ് ചുറ്റും നല്ല തടിമാണന്മാരായ ആൾക്കാർ. ഈ ചുറ്റും നിൽക്കുന്ന ചെറുപ്പക്കാർ, ഇവരെ പേടിച്ച് ഞാൻ എഴുതുകയല്ല. നോക്കണം, അന്ന് ആ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ ലൈബ്രറിയുടെ പ്രധാനപ്പെട്ട ഭാഗമായിരുന്ന ചെറുപ്പക്കാരെ കുറിച്ച് അറിയപ്പെടുന്ന ബുദ്ധിജീവിയും എം പിയും പത്രാധിപരും എഴുത്തുകാരനും ഒക്കെയായിരുന്ന കേവലം ഇവരെ പേടിച്ച് ഞാൻ എഴുതുകയല്ല എന്നും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വാചകം എഴുതി വച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം അന്ന് കെ ബാലകൃഷ്ണനെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാൻ കരുത്തുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ അന്നുണ്ടായിരുന്നെങ്കിൽ ഇന്നും ആ ചെറുപ്പക്കാരുടെ പാരമ്പര്യം നിങ്ങളൊക്കെയായി ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെയായി ഉണ്ട് എന്നറിഞ്ഞതിലുള്ള അതീവമായ ചാരിതാർത്ഥ്യം അറിഞ്ഞുകൊണ്ടും അതിൽ സന്തോഷിച്ചുകൊണ്ടും ഒരു കാലഘട്ടത്തിൽ ഒരു പ്രചോദനമായി, ഒരു ഉത്തേജനമായി അച്ഛൻ്റെ പ്രായമുണ്ടായിരുന്ന കുട്ടൻ സാറിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിനുള്ള ചാരിതാർത്ഥ്യം, അദ്ദേഹത്തെ അനുസ്മരിക്കാൻ ഈ സന്ദർഭം കിട്ടിയതിലുള്ള ചാരിതാർത്ഥ്യം കൂടെ അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയുടെ മുന്നിൽ തലകുനിച്ചുകൊണ്ട് ഇത്രയും നേരം നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ അവസരം തന്ന ഈ ലൈബ്രറിയുടെ ഇപ്പോഴത്തെ ഭാരവാഹികൾ, അതിൻ്റെ ചോരയും ഞരമ്പുമായ ആൾക്കാർക്ക് എൻ്റെ വ്യക്തിപരമായ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.